അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ പ്ലാറ്റ്ഫോം തുടങ്ങി ഷീ ടോക്സ് എന്ന് പറഞ്ഞിട്ട്. കുറച്ച് അത്യാവശ്യം നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും ആ ഒരു അവയർനെസ് ആൾക്കാർക്ക് വന്നിട്ടില്ല എന്തിനിങ്ങനെ ഒരു സ്പേസ് വേണം എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്കൊക്കെ ഞാൻ റിലേറ്റ് ചെയ്യുക വെച്ചാൽ, എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാനത് ഹോൾഡ് ചെയ്തിരിക്കും. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ലെറ്റ് ഗോ. അപ്പം ഞാൻ അത്യാവശ്യം ഷെയർ ചെയ്യാനൊക്കെ നോക്കും അത് എങ്ങനെ ഒന്ന് വിടാം എന്നുള്ളത്. അപ്പം എല്ലാവരും ഇതേ ഉപദേശം തരും, അത് ലെറ്റ് ഗോ ചെയ്യും, അത് വിട്ട് കളഞ്ഞേക്കോ, നമുക്കാണ് അതിൻ്റെ എന്തിനാണത് ഹോൾഡ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയും. പക്ഷെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് മാത്രമാണോ ഈ പ്രശ്നം? ഞാൻ എല്ലാവരോടും ഇതൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ എനിക്ക് വിഷമമായി. അത്യാവശ്യം ഞാൻ ഷെയർ ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ ഷെയർ ചെയ്തിട്ടും എനിക്കതിലൊരു ഇത് വരാറില്ല. കാരണം ആൾക്കാർ എന്നോട് പറയും ലെറ്റ് ഗോ ചെയ്യും എന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഈ സ്പേസ് തുടങ്ങിയപ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് കണക്ട് ചെയ്യുമ്പോൾ കുറേ പേരുണ്ട് ഇതേ ഇഷ്യൂസ് ഉള്ളവർ. ഞാൻ കണക്ട് ചെയ്തൊരു ചെറിയൊരു ഒരു ബാച്ച് ഓഫ് ആൾക്കാരായിരിക്കാം, പക്ഷേ കുറേ കൂടുതൽ ഒരു ലാർജർ വേർഷൻ എടുക്കുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ അറൗണ്ട് അസ്. പിന്നെ ഇന്നത്തെ കാലത്ത് സ്ട്രെസ്സും എല്ലാം കൂടി, പ്രഷറും കൂടി. ദർ ആർ ലോട്ട് ഓഫ് വിമൻ അറൗണ്ട് മീ സേയിങ് ഇതേ ഇഷ്യൂസിൽ നമുക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞാൻ റിയലൈസ് ചെയ്തത് അങ്ങനെയാണ്, ഇങ്ങനൊരു സ്പേസിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. സോ അപ്പോൾ നിങ്ങളൊക്കെ ഓൾറെഡി ഇതിൽ ഉള്ള ആൾക്കാരാണ്. ഇപ്പം ശ്രീബാല വെൽനസ് കോച്ചാണ്, സിജി സൈക്കോളജിസ്റ്റാണ്. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഒന്ന് പറയൂ, എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഡു യു ഫീൽ ദ സെയിം, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്? ആക്ച്വലി സൗമ്യ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ബിക്കോസ് നമ്മൾ പൊതുവേ ആൾക്കാരോട് നമ്മുടെ ഒരു പ്രശ്നം പറയുമ്പോൾ അതിനെന്താ, ഒന്ന് പാട്ട് എന്തെങ്കിലും കേട്ടോളൂ, ഒന്ന് ഡ്രൈവിന് പോയിക്കോളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ലെറ്റ് ഗോ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അത് നമ്മൾ അതിൽ എത്തുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. നമ്മൾ ഡ്രൈവ് ചെയ്താൽ ചിലപ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ കിട്ടുമായിരിക്കും, പക്ഷേ നമ്മൾ തിരിച്ച് അതിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. ആൻഡ് ഇതിൽ ഏറ്റവും ഒരു ഇതെന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിൽ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചാൽ പോലും ഇവരെന്നെപ്പറ്റി എന്താ വിചാരിക്കുക എന്നുള്ളൊരു വലിയൊരു ഫാക്ടറുണ്ട്. അത് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടേ പറയുള്ളൂ, അല്ലേ? നമ്മൾ ഒരു എക്സാക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പലപ്പോഴും മടിയുണ്ടാവും. അമ്മ എന്താ വിചാരിക്കുക, അച്ഛൻ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇവരോട് ഫുൾ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഒരു ഫുള്ളായിട്ട് നമുക്ക് അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള സ്പേസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഷീ ടോക്സ് പോലത്തെ പ്ലാറ്റ്ഫോംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് ഒരാൾ നമുക്ക് കേൾക്കാനുണ്ടാവുക എന്ന് പറയുന്നതിൽ പരം ഒരു ഭാഗ്യം ഒരാൾക്ക് കിട്ടാനില്ല. കാരണം അതില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സൂയിസൈഡ് കേസസും ഒരുപാട് പ്രശ്നങ്ങളും ആൾക്കാർക്ക് വരുന്നത്. സോ ഐ തിങ്ക് യു ഹവ് ഡൺ എ ഫെൻറ്റാസ്റ്റിക് ജോബ് വിത്ത് ഷീ ടോക്സ്. കാരണം ടു ബി ഹേർഡ് ഈസ് വൺ ഓഫ് ദ ബേസിക്സ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. സോ ആഡിങ് ടു ദിസ്, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, എൻ്റെ അടുത്ത് വരുന്ന കേസസ് പ്രോബബ്ലി 30-40 years ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ എൻ്റെ അടുത്ത് വരിക. സോ മോസ്റ്റ്ലി ആ തെറാപ്പി സെഷനിലും കൗൺസിലിങ്ങിലും ഒക്കെ I mean, it's a major challenge because it's a 30 years of accumulation with the pain or judgmental or fear, anxiety, stress, ഇതെല്ലാം കൂടെ ഒരു അക്യുമുലേറ്റഡ് ആയിട്ടുള്ളൊരു ഫോമാറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിനെല്ലാം അൺലേൺ ചെയ്യിപ്പിക്കാൻ തന്നെ പറഞ്ഞൊരു ബിഗസ്റ്റ് ചാലഞ്ചാണ്. സോ ദ റീസൺ ഇത് തന്നെയാണ്, ദ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. ബിക്കോസ് ദാറ്റ്സ് വാട്ട് നമുക്ക് ആർക്കും ചെയ്യാവുന്ന ഒരു ഈസിയസ്റ്റ് റോൾ എന്താണെന്നറിയോ? മോണിറ്റർ. ഓക്കെ, എനിക്കിപ്പം പേഴ്സണലി നിങ്ങളെ ആരെയും അറിയില്ലായിരിക്കാം. ഹവർ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഡ്രസ്സ് കൊള്ളില്ലല്ലോ, നിങ്ങളുടെ ഡ്രസ് ദ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടമായില്ല. ഇറ്റ്സ് വെരി ഈസി ടു ബി ജഡ്ജ്മെൻറ്റ്. സോ ഈ ഒരു പാട്ടിലാണ് അവരിതെല്ലാം അക്യുമുലേറ്റഡ് ആണ്. അവർ ചിലപ്പോൾ പ്രോബ്ലി അവർ റിയാക്ട് ചെയ്യുന്നത് ദാറ്റ്സ് ഓക്കെ, ഐ ട്രൈ ടു ബി ചേഞ്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആൻഡ് വൺ പോയിന്റ് ഓഫ് ടൈം ദേ റിയലൈസ് ദാറ്റ് ഓ മൈ ഗോഡ്, ദിസ് ഇസ് നോട്ട് മീ, ഞാനല്ല, ആൻഡ് ഐ എം ട്രൈങ് ടു ബി സമ്മൺസ് എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു തോട്ട് പാറ്റേണിലോട്ട് പോയിട്ട് വൺ പോയിന്റ് ഓഫ് ടൈം, എസ്പെഷ്യലി വിമൺ, എൻ്റെ ഒരു മേജർ ചാലഞ്ച്, ഒരു ഡിഫറെൻറ്റ് ഹോർമോണൽ ലൈഫ് സ്റ്റൈലിൽ കൂടെ പോകേണ്ടി വരും. അപ്പോൾ സം പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും അവർ റിയലൈസ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും ഹേർഡും എനി ടൈം ഐ എം റെഡി ടു ഹെൽപ്പ് എനി വൺ അറൗണ്ട് മീ. ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ പെയിൻ അല്ലെങ്കിൽ സോരോസ് അല്ലെങ്കിൽ എനിത്തിങ് ഇറ്റ് ക്യാൻ ബി ഇമോഷണൽ ആരെങ്കിലും ഷെയർ ചെയ്യുമോ, അല്ലെങ്കിൽ ആരെങ്കിലും അത് കേൾക്കാൻ റെഡി ആയിട്ടുണ്ടോ? ആൻഡ് ദാറ്റ് മൊമെൻറ്റ് ദേ റിയലൈസ് ദാറ്റ് അവർ പിന്നെ ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പോഴായിരിക്കും ഹസ്ബൻഡൊക്കെ കംപ്ലയിൻറ്റ് പറയുന്നത്, എൻ്റെ ഭാര്യ എന്ത് പാവമായിരുന്നു, അല്ലെ എൻ്റെ മകൾ എത്ര പാവമായിരുന്നു, ഇവളിപ്പോഴാണ് ഈ അടുത്താണ് ഡിഫറെൻ്റ് ആയി എന്നുള്ളൊരു തോട്ട് പാറ്റേൺ വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ ആക്ച്വലി അവരെ കേൾക്കാനും നോൺ ജഡ്ജ്മെൻ്റലായിട്ട് അവരെ ഒന്ന് ലിസൺ ചെയ്യാം. ബിക്കോസ് ഹീലിംഗ് ഈസ് ജസ്റ്റ് ലിസണിങ് ഇസ് സെൽഫ് ഹീലിംഗ് ആണ്.
യു ഡോണ്ട് നീഡ് ടു ഗിവ് എ തെറാപ്പി അല്ലെങ്കിൽ CBT ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ഒരു മേജർ തിങ്. അവരായിട്ട് കാണുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും. ആൻഡ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തതിന് ഒരു അമേസിങ് കൺഗ്രാജുലേഷൻ എൻ്റെ ഭാഗത്തുനിന്നും. ആൻഡ് യു പീപ്പിൾ ആർ ഡൂയിങ് എൻ അമേസിങ് ജോബ്. താങ്ക് യു. അല്ല, സിൻസ് യു മെൻഷൻ തെറാപ്പി പറഞ്ഞുകൊണ്ട് എനിക്ക് ജസ്റ്റ് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഷീ ടോക്സ് എന്ന് പറയുന്നതിൽ നമ്മൾ തെറാപ്പിയോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നില്ല. ബിക്കോസ് വാട്ട് വി എയിം ടു അച്ചീവ് ഇസ് എല്ലാവർക്കും തെറാപ്പി ആവശ്യമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കൊരാൾ കേൾക്കാനുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. സോ വെൻ യു സേ അബൌട്ട് തെറാപ്പി, ക്ലയൻസ് വരുമ്പോൾ ഡസ് എവറി ക്ലയൻറ്റ് നീഡ്സ് തെറാപ്പി, അല്ലെങ്കിൽ ഒരു 4 to 5 സെഷൻസ് യു ജസ്റ്റ് ലിസൺ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് റിലാക്സേഷൻ അങ്ങനെ ചെയ്യാറുണ്ടോ, അതോ എല്ലാം തെറാപ്പിയിൽ പോകണോ? ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. സോ പ്രോബബ്ലി ഇമ്മീഡിയറ്റ്ലി ദ ഹീലിംഗ്, everyone അവരുടെ ഒരു ടൈം ലിമിറ്റ് നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണം. ആൻഡ് മോറോവർ ഈ അക്യുമുലേറ്റഡ് സ്റ്റോറീസും ആയിരിക്കുമല്ലോ. സോ ഡെഫിനറ്റ്ലി ദ മേജർ തിങ് ഡിസ്കവറി പാറ്റേൺ ആണ്. ലൈക്ക് ടു ഐഡൻറ്റിഫൈ ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കത്തില്ല അവരുടെ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. അവർ ചിലപ്പോൾ പറയുന്നത് എനിക്ക് ഉറക്കമില്ല എന്നായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ബട്ട് ഐ എം നോട്ട് റെഗുലർ ടു ബി ജിം. അപ്പം നമ്മൾ നോക്കുന്നത് വാട്ട് സ്റ്റോപ്പിംഗ് ദം ടു ഗോ ടു ദ ജിം, what is at the root cause of the problem. So probably ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും. however the listening pattern goes because അതിൻ്റെ റൂട്ട് കോസ് അറിയണമല്ലോ. ആൻഡ് ദെൻ ഇവൻച്വലി വി ഡിസൈഡ് ഇതൊരു കൗൺസിലിങ്ങിൽ കൂടെ മാറാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊരു ക്ലിനിക്കൽ ഇവാലുവേഷൻ വേണോ. സോ ഓഫ് കോഴ്സ് അതിനൊരു തെറാപ്പി അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് തെറാപ്പി എന്നുള്ളതെല്ലാം നമ്മൾ അപ്പോഴായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നതും. ആൻഡ് ദെൻ വി പ്രൊസീഡ് വിത്ത് ദാറ്റ്. ആൻഡ് മെനി കേസസ് നമ്മളൊരു കൗൺസിലിംഗ് പാറ്റേണിൽ തന്നെ കൺക്ലൂഡ് ചെയ്യാറുണ്ട്. ഹവർ വെൻ യു ഡു തെറാപ്പി അതൊരു ആഡഡ് വാല്യൂ ആണ്, വെൻ അതിനൊരു കൺക്ലൂഷൻ കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാം പറഞ്ഞ പോലെ സൗമ്യ ഇപ്പം ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി പറഞ്ഞപ്പം ആക്ച്വലി ആദ്യമേ എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഈ എന്താ പറയുക സൈക്കോളജിയും അങ്ങനെയൊന്നും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പോൾ എന്താകും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ ഗ്രൂപ്പ് ഓഫ് ലേഡീസ് കൂടി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും സിമിലർ പ്രോബ്ലംസ് ഉണ്ട്. എല്ലാവർക്കും ഇതുപോലെ ആരെങ്കിലും ലിസൺ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ നമ്മളും ഒന്ന് ആക്റ്റീവായിട്ടൊന്ന് കൂടിയാലോ, എന്തെങ്കിലും ഡിഫറൻസ് കാണും, നമുക്ക് തന്നെ ഒരു ഇന്നർ ഹീലിംഗ് ഉണ്ടാവും. കൂട്ടത്തിൽ നമ്മളോട് സംസാരിക്കുന്നവരോട് നമുക്ക് എന്താ പറയുക, നമുക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും. പിന്നെ ഇതുപോലെ ഷീ ടോക്സിൻ്റെ കുറേ എന്താ പറയുക സെഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിലെല്ലാം നമുക്ക് കുറേ നമ്മുടെ ഇന്നർ സെൽഫിനെ കണ്ടെത്താൻ പറ്റി. പിന്നെ നമുക്ക് തന്നെ കുറേ ചേഞ്ചസ് ഉണ്ടായി. ആദ്യത്തെ ഇനീഷ്യൽ സെഷൻ ടിൽ ടുഡേ കുറേ ചേഞ്ചസ് ഉണ്ടായി. And thanks Soumya for all this support thing. So much. So basically ഞാനൊരു ആക്റ്റീവ് ലിസണറാണ്. ഞാൻ അധികം സംസാരിക്കാറില്ല. അപ്പം ഞാൻ ഷീ ടോക്സിൽ വന്നത് ഓക്കെ അവർ പറയുന്ന കേട്ടോണ്ടിരിക്കാൻ, പ്രത്യേകിച്ച് അങ്ങോട്ടൊന്നും പറയണ്ടല്ലോ. അപ്പം നമുക്ക് കേട്ടിട്ട് നമുക്ക് അത്യാവശ്യം അവർക്ക് എന്തെങ്കിലും ഹീലിംഗ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എങ്ങനെ വിചാരിച്ചാണ് കയറുന്നത്. പിന്നെ ഷീ ടോക്സിൻ്റെ ഓരോ സെഷൻസ് നമുക്ക് എല്ലാ വീക്കിലും ഓരോ സെഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളുടെ ഇന്നർ സെൽഫിനെ കണ്ടെത്തുന്നതും പിന്നെ നമ്മളെങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടൊക്കെ ഓരോ ടോക്സും പിന്നെ സൈക്കോളജിസ്റ്റായിട്ടുള്ള സെഷൻസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ എനിക്കും ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ബാക്കി ലേഡീസിനെ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കുറേ എന്താ പറയുക നമ്മുടെ ലൈഫിൽ സിമിലർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുപോലെ 30 to 40 years നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ 40 years കഴിയുമ്പോൾ ഞാൻ എന്താണ് ഇത്ര നാളും ചെയ്തത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴത്തേക്കും ഓക്കെ ഇത് ശരിയല്ല, ഞാൻ എന്നെ തന്നെ ഒന്ന് കണ്ടെത്തണം, ഞാൻ എന്തുകൊണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇത്ര നാൾ ചെയ്തു, പക്ഷെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത്. ഓക്കെ വർക്കിംഗ് ആണേലും അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആണേലും ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുകയോ ഞാൻ എൻ്റെ പഴയ ആൾ എവിടെ പോയി, എൻ്റെ പാഷൻ എവിടെ പോയി, എൻ്റെ ഹോബി എവിടെ പോയി, ഇനി അതൊന്ന് തിരിച്ചു പിടിക്കണ്ടേ. അപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നോക്കുമ്പോൾ ഓക്കെ ഇതൊന്ന് നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ഒരു വേദിയാണല്ലോ. അപ്പം നമുക്കും ഹെൽപ്ഫുൾ ആകും, ബാക്കിയുള്ളവർക്കും ഹെൽപ്ഫുൾ ആകും. ഇങ്ങനെ സിമിലർ സിനാരിയോയിലുള്ള ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആകും. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഷീ ടോക്സിൽ ജോയിൻ ചെയ്തത്. ഇപ്പം നന്നായിട്ട് പോകുന്ന ഓരോ സെഷൻ കഴിയുമ്പോഴും നമ്മളും ഉള്ളിൽ കുറേ എന്താ പറയുക നമ്മൾക്കും ഹീലിംഗ് ഉണ്ടാകുന്നു, നമ്മളോട് സംസാരിക്കുന്നവർക്കും ഹീലിംഗ് ഉണ്ടാകുന്നു. അങ്ങനെ
ഐ വോണ്ട് ടു ആക്ച്വലി ആഡ് ടു ദ ഫാക്ട് ദാറ്റ് ദീപ വളരെ ചെറിയൊരു കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഒരു ആക്റ്റീവ് ലിസണർ മാത്രം, ദീപ അധികം സംസാരിക്കില്ല. ബട്ട് ഇതിൽ ആക്ച്വലി വേണ്ടത് അതുതന്നെയാണ്. നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും നമ്മൾ ഈ മോട്ടിവേഷണൽ സ്പീക്കിംഗ് ഒക്കെ, പക്ഷെ അവിടെ അപ്പുറത്തുള്ള ആൾക്ക് എങ്ങനെ ഹീലിംഗ് നടക്കുന്നു. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ബീങ് ആൻ ആക്റ്റീവ് ലിസണർ എന്നുള്ളതാണ്. ആൻഡ് ദീപ ഇസ് വൺ ഓഫ് ദം. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ദീപ പറഞ്ഞ ഒരു കാര്യമാണ് ഒരു ഏറ്റവും ലൈക്ക് ഈവൻ നമ്മളെ ഡോക്ടർ പറഞ്ഞതും 30 years ഓഫ് കണ്ടീഷനിങ് ആണ് നമ്മൾ ഈ സംസാരിക്കുന്നത്, എസ്പെഷ്യലി വിത്ത് വിമൻ. നമ്മുടെ റോൾസ് വെൻ വി ഷ്രിങ്ക് ടു അവർ റോൾസ്, ലൈക്ക് ആദ്യം ഒരു മകള്, യു ഹാവ് ടു ബി എ ഗുഡ് ഡോട്ടർ, പിന്നെ യു ഹാവ് ടു ബി എ ഗുഡ് വൈഫ്, യു ഹാവ് ടു ബി എ ഗുഡ് മദർ, then you have to be probably a good mother-in-law. ഇതെല്ലാം നമുക്ക് റോൾസ് നമ്മൾ വിമന് കുറച്ചും കൂടെ കൂടുതൽ എന്താ പറയുക എൻഫോഴ്സ്ഡ് ഓൺ വിമൻ ആണ്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഈ 30 കൊല്ലം നമ്മൾ ഈ റോൾസിൽ കിടന്ന് എൻറ്റാങ്കിൾഡ് ആയിട്ട് പെട്ടുപോകും. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്, അതിനൊരു കാലാവധി കഴിയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് ഹോണ്ടിങ് യു. ഹൂ ആം ഐ ബിയോണ്ട് ദീസ് റോൾസ്? ഈ റോളൊന്നുമില്ലെങ്കിൽ ഞാൻ ആരാണ്? അവിടെയാണ് നമ്മുടെ ഈ ഒരു ശ്വാസം മുട്ടലും ഈശ്വര ആരോടെങ്കിലും എനിക്കിത് പറയണം. ആൻഡ് ദ ഗിൽറ്റ് ഓഫ് തിങ്കിങ് ദാറ്റ് വേ. അയ്യോ ഞാൻ ഒരു അമ്മയായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ചിന്തിക്കുന്നത് മോശമാണോ? അവിടെയും ഒരു കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു ഗിൽറ്റ് വരുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കത് വേണം. ഇത് എല്ലാവരോടും പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ പോയി പറഞ്ഞാൽ പറയും അങ്ങനെ തന്നെയാണ്, അപ്പം ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ദേ സേ, റൈറ്റ്? ഞങ്ങളെങ്ങനെയായിരുന്നു, നീ ഇത്രയും നല്ല ലക്കി ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത്, ഇവിടെ എന്നെ അതുപോലെ സമ്മതിച്ചിട്ടില്ല. സോ നമുക്ക് ആ ഒരു ഗിൽറ്റ് വന്നു. അയ്യോ ഞാൻ ആം ഐ ആസ്കിങ് ഫോർ ടു മച്ച്, ഈവൻ മൈ മദർ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. ദാറ്റ്സ് കോൾഡ് ഇൻ്റർജനറേഷണൽ ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ട്രോമയുണ്ട്. അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യണ്ടേ? എല്ലാവരും ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്നതിൽ നിന്നാണ് നമ്മൾ ആ ഒരു ബ്രേക്ക് ചെയ്ത് ആരോടെങ്കിലും പറയാനുള്ളൊരു സ്റ്റെപ്പ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് വിമന് കൂടുതൽ ആ ഒരു പ്രശ്നം വരുന്നത്, കണ്ടീഷനിങ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു സ്പേസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വേർ വിമൻ ആർ ലിസണിങ് ടു വിമൻ, ആ സിസ്റ്റർഹുഡ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഈസ് എ ബിഗ് ഡീൽ. ഇറ്റ് ഈസ് നോട്ട് ഈസി. ആൻഡ് ഈ വോക്കലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അവെയർനെസ്സിലേക്ക് വരുന്നത് പലപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യാനൊക്കെ പറയുന്നത്. വെൻ യു ജേർണൽ, നമുക്ക് നമ്മളെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവുകയാണ്. വാട്ട് ഡു ഐ വാണ്ട്, വാട്ട് ഡു ഐ ലൈക്ക്, ഹൂ ആം ഐ ബിയോണ്ട് ഓൾ ദിസ്. അതുകൊണ്ടാണ് ഈ വോക്കലൈസ് ചെയ്യുന്നത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ഈ സംസാരിക്കുന്ന ആൾക്കൊരു ഐഡിയ കിട്ടുകയാണ്, ഈശ്വര ഇതൊക്കെയാണോ എൻ്റെ മനസ്സിൽ ശരിക്കും ഉള്ളത്? ആൻഡ് ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് changing or shifting or transformation or unlearning. Like ഡോക്ടർ പറഞ്ഞ ആ വേർഡ് unlearning, നമ്മൾ ഇത്രയും കാലം പഠിപ്പിച്ച് വെച്ച കാര്യങ്ങൾ അൺലേൺ ചെയ്ത് പുതിയത് ലേൺ ചെയ്യുക എന്ന് പറയുന്നത് ഈസ് എ ഹ്യൂജ് ടാസ്ക്. ആൻഡ് നിങ്ങൾ ചെയ്യുന്ന അതിലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ യു ആർ ഹെൽപ്പിംഗ് ദെം ടു അൺലീഷ് ആൻഡ് ലേൺ അബൌട്ട് ദെംസെൽവ്സ്. അത് വോക്കലൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, അത് കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് എന്താ നീ ചോദിക്കണതല്ല. ഇറ്റ് ഈസ് എ ബിഗ് ഡീൽ, സോ വാട്ട് യു സെഡ് ഇസ് വെരി ട്രൂ. 30-40 years ഓഫ് ഞാൻ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? ബട്ട് ഇറ്റ്സ് നെവർ ടു ലേറ്റ്. അത് നിങ്ങൾ 40, 50, 60 ആണെങ്കിലും ഇറ്റ്സ് നെവർ ടു ലേറ്റ്. യു ക്യാൻ സ്റ്റാർട്ട്. ആഡിങ് ടു ദിസ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മോസ്റ്റ്ലി ഈ 30-40 കഴിഞ്ഞിട്ട് ആളുകൾ റിയലൈസ് ചെയ്യുന്ന ഒരുപാട് മോസ്റ്റ് ഓഫ് ദം റിയലൈസ് ദാറ്റ് അന്ന് തൊട്ട് കംപ്ലൈൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഒരു 40 വയസ്സ് കഴിഞ്ഞ് പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ തുടങ്ങും, നിങ്ങൾ 1971 എന്നോട് ഇങ്ങനെ ചെയ്തു, എൻ്റെ മദറിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്തോ? പിന്നെ തൊട്ട് പ്രശ്നങ്ങൾ തടങ്ങുവാണ്. അപ്പം നമ്മളുടെ അടുത്ത് വരുന്ന കേസസ് എല്ലാം ഭർത്താവ് പറഞ്ഞ അന്ന് നടന്ന കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യുക, എന്ത് സൊല്യൂഷനാണ് കൊടുക്കുക? അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഇനിയും പുതിയ ഫാമിലിയോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നോർമലി ഇങ്ങനത്തെ ഇമോഷൻസിനെയൊക്കെ ഡിസ്മിസ് ചെയ്യുന്നതാണ് പ്രശ്നം. അതായത് നമ്മളിപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ ആ സമയത്ത് 1983 നിങ്ങൾ എന്നോട് അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് അന്ന് തൊട്ട് റിപ്പീറ്റഡായിട്ട് പറയുന്ന, അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് റിപ്പീറ്റഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അത് അന്ന് അവർക്ക് പ്രായമുള്ളവരല്ലേ, അവരത് പറഞ്ഞ് നമുക്കത് മൈൻഡ് ചെയ്യണ്ട. അതാണ് പ്രശ്നം. അവിടെ തുടങ്ങുവാണ് സ്റ്റോറി ചെയ്യാണ്, അത് ഫ്രെയിം ചെയ്യുവാണ്. അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. ചിലപ്പോൾ അവർ ബിസി ആയിട്ട് ഇതിലോട്ട് പോയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അവർക്കവിടെ വോയിസ് ഉണ്ടാവത്തില്ല. ഒരു 30-40s ഒക്കെ കഴിയുമ്പോഴത്തേന് എൻ്റെ മക്കളൊക്കെ വലുതായി, ഇനി എന്നെ ഇവർ ഡിവോഴ്സ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻറ്റ് വരുമ്പോൾ തുടങ്ങും.
തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫ് ലോങ് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും. പക്ഷെ എനിക്ക് ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും ഒരുപാട് ക്ലയൻസിൽ എൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ ഫോർ വിമൺ മെൻ്റൽ ഹെൽത്താണ്. അപ്പോൾ ആ ഒരുപാട് പേരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും എൻ്റെ കൗൺസിലിങ്ങും തെറാപ്പിയിലും കണ്ട ഒരു കാര്യം, മോസ്റ്റ് ഓഫ് ദി ടൈം ഒരു കംഫർട്ട് സോണിലോട്ട് സ്ത്രീകൾക്ക് വരാൻ വലിയ ഇഷ്ടമാണ്. എക്സ്പെഷ്യലി ഏർലി 20s ബിഗിനിങ് ഓഫ് ദ ഏർലി 30s വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഓക്കെ, അവർക്കൊരു ഓപ്ഷൻ മുന്നിലുണ്ടല്ലോ, അതായത് കല്യാണം കഴിച്ച് ജീവിക്കാം. കാരണം എനിക്ക് ജോലിയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ ചുമതല ഏതാണ്, ഹസ്ബൻഡ് ചുമതലയാണ് വീട്ടിലേക്ക് ചിലവർ കൊണ്ടുവരാം, എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ബാക്ക് ഓഫ് ദ മൈൻഡിൽ എപ്പോഴും ഈ സൊസൈറ്റി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ടോപ്പറായിരിക്കും, വലിയ പഠിത്തക്കാരിയായിരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പറയുകയാണ്, ഈ ബിഗിനിങ് ഓഫ് ദ മാരേജിലൊക്കെ പറയും, നീ ജോലിയൊന്നും ചെയ്യണ്ട, നീ വീട്ടിലിരിക്കണം. ഓക്കെ, ഞാൻ റെഡിയാണ്. അങ്ങനെ അവർ ഇരിക്കുന്നു തുടങ്ങും. ആ ഇരിപ്പ് ഒരു ലോങ് ടൈം ഇരിക്കാൻ തുടങ്ങും. പിന്നെ ഒരു കുട്ടികളൊക്കെ വലുതായി അവർ ഒറ്റപ്പെട്ടൊക്കെ തുടങ്ങുന്ന ടൈമിലായിരിക്കും എല്ലാ കാര്യത്തിനും എല്ലാവരുടെയും ഹെൽപ്പില്ലാതെ പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റില്ല, സ്വന്തം വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, ഒരു ഡ്രസ്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കനിയണം. ഇതൊക്കെ ഇവരുടെ സെൽഫ് വർത്തിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ബ്ലെയിം പാറ്റേണിലോട്ട് പോകും. അത് അവരുടെ ചോയ്സ് ആയിരുന്നു, അവരുടെ ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത്. ഇതൊന്നും ലക്ഷറി അല്ല, ഇതൊക്കെ നമ്മുടെ മെയിൻ നീഡ്സ് ആണ് അല്ലേ. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, എനിക്കെന്ത് വേണമെന്നുള്ളത് എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ടുള്ള വിമണേ ഈ ലോകത്തിൽ സക്സസ് ആയിട്ടുള്ളൂ. പക്ഷേങ്കിൽ എൻ്റെ ചോയ്സിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ലേറ്റർ ഓൺ ആ റെസ്പോൺസിബിലിറ്റി മൊത്തം വേറൊരാൾക്ക് കൊടുത്തിട്ട് ഒരു ബ്ലെയിം പാറ്റേൺ പോകുന്ന ഒരു മെജോറിറ്റി ഓഫ് ദ ട്രെൻഡ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ എന്നിട്ട് അവരങ്ങ് വിശ്വസിക്കും, ഞാൻ നല്ല പഠിക്കാൻ പഠിക്കുകയായിരുന്നു, ഞാൻ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു, എനിക്ക് ഇന്ന ഇതുണ്ടായിരുന്നു. എന്നിട്ട് ഇവൻച്വലി എന്ത് സംഭവിച്ചു, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഇത് ചെയ്തു എന്നുള്ളൊരു ബ്ലെയിം പാറ്റേണിൽ പോയിട്ട് ആ ഒരു കംഫർട്ട് സോണിലാണ് പിന്നെയും കുറേ വർഷം പോകും. പിന്നെ അവർ ഹാപ്പിയാണോ അല്ല, അത് പാർട്ട്ണർ ഹാപ്പിയാണോ അല്ല, ബ്ലെയിം മൊത്തം ഒരു ഹോൾ ഫാമിലി എടുക്കേണ്ടി വരുന്നു. എന്നിട്ട് അത് ആരെ ഏറ്റവും കൂടുതൽ അഫക്റ്റ്, ഞാൻ എപ്പോഴും ക്ലയൻസിനോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഓൾറെഡി ജീവിച്ചു, ഹാഫ് ഓഫ് യുവർ ലൈഫ് ലിവ്. പക്ഷേ ആ കുട്ടികളായിരിക്കും നദർ പേഴ്സൺ ഒരു കിരീടം പോലെ ഒരു ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നത്. ദാറ്റ് അവരായിരിക്കും ഈ കൈൻഡ് ഓഫ് ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി എൻവയോൺമെൻറ്റ് ജീവിച്ചിട്ട് അവരായിരിക്കും ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ക്രിട്ടിക്കൽ പേരൻറ്റിങ്ങും അവർ തന്നെ പേരൻറ്റിൻ്റെ റോൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അയ്യോ എൻ്റെ അമ്മയ്ക്ക് ആരുമില്ല, അമ്മ കാരണം എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെടുവാണ്, അമ്മ എപ്പോഴും വിഷമിക്കുകയാണ്, അവരിങ്ങനെയാണ്, ഇവരെന്നോട് ഇങ്ങനെ ചെയ്തു, നിനക്കറിയോ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എന്നോട് ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ കഥകൾ പറഞ്ഞ് ഈ കുട്ടികളൊക്കെ എൻ്റെ അമ്മയ്ക്ക് ആരുമില്ല. അപ്പോൾ ഞാൻ ഫുൾ സപ്പോർട്ട് കൊടുത്ത് ആ കുട്ടി ഒരു പേരുണ്ടാവുന്ന ഒരു രീതിയുണ്ട്. അത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. കുട്ടിക്ക് കുട്ടിയായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു. അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് ഈ കുട്ടികളിൽ വരാറുണ്ട്. അവരുടെ തന്നെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്നു, ലോ കോൺഫിഡൻ്റ് ആവുന്നു. അവർക്ക് പലപ്പോഴും പബ്ലിക്കലി വരുമ്പം അവർ തന്നെ ഒരു വിഡ്രോവൽ രീതിയിലോട്ട് എവിടെയെങ്കിലും ഒളിഞ്ഞു മാറി ഹൈഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണുന്നു. ആൻസൈറ്റി, നമ്മൾ ആൻറ്റിസിപ്പേറ്ററി ആൻസൈറ്റി എന്ന് പറയും. അതായത് ഇന്ന് ഫാമിലിയിൽ നല്ല സന്തോഷമായിരിക്കും, നാളെ എനി മൊമെൻ്റ് ഒരു എക്സലിൻ്റെ പുറത്തോട്ട് നടക്കുന്നുണ്ട്, നാളെ എന്ത് സംഭവിക്കാം, അടി പിടി ബഹളം. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ഓ മൈ ഗോഡ്, ആ ഹാപ്പിനെസ് ഒരിക്കലും അവർക്ക് വരത്തില്ല. ഹാപ്പിനെസ് വന്നാലും ഓർക്കും നാളെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ ആൻറ്റിസിപ്പേറ്ററി ആൻസൈറ്റി അവരെ ത്രൂ ഔട്ട് ഒരു ട്രോമറ്റൈസ് ആക്കും. കാരണം നാളെ ഒരു സമയത്ത് അവരൊരു ലീഡർഷിപ്പ് റോളിൽ വന്നാൽ പോലും അവരുടെ വോയിസ് അവരെപ്പോഴും സെപ്രസ് ചെയ്യും. ഞാനത് പറഞ്ഞാൽ അവർ ഇത് ചെയ്യുമോ, ജഡ്ജ്മെൻ്റലാവുമോ, അങ്ങനെ ഒതുക്കി ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് ആവും. ഞാൻ എപ്പോഴും കൺസേൺ എപ്പോഴും കുട്ടികളെക്കുറിച്ചാണ്, അവരുടെ കുട്ടികളെക്കുറിച്ചാണ്. സോ ഇത് സ്ത്രീകൾ ആദ്യം ഒരു ബ്ലെയിം പാറ്റേണിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെയും നെവർ ബി ജഡ്ജ്മെൻ്റൽ, ദാറ്റ് ഫോർ ഷുവർ. ഹവർ അത് അവരെ വേറൊരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാം. ഇറ്റ്സ് ദ ചാപ്റ്റർ ക്ലോസ്, നൗ വാട്ട് ഈസ് ദാറ്റ് യു വോണ്ട് ടു അച്ചീവ്, റൈറ്റ്? സോ നൗ ഐ അണ്ടർസ്റ്റുഡ് യുവർ വോയിസ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി ഇത് വാട്ട് ആൻഡ് ഹൗ, എന്ത് ചെയ്താലാണ് നമുക്കൊരു ബെറ്റർ പെർസ്പെക്റ്റീവ് ഇനി ജീവിക്കാൻ പറ്റുന്നത്, എന്തൊക്കെ ഓപ്ഷൻസ് ആണ്. സോ ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും പ്രോബബ്ലി യു ക്യാൻ ഹെൽപ്പ് ദം മോർ ആൻഡ് യു ഹാവ് എ ഗുഡ് പ്ലാറ്റ്ഫോം ടു. ഐ എഗ്രി. ആക്ച്വലി എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ പോയിന്റ്സ് വെച്ചിട്ട് ആലോചിച്ചിട്ട് ശ്രീബാല പറഞ്ഞു ഫോഴ്സ്ഡ് റെസ്പോൺസിബിലിറ്റീസിൻ്റെ കാര്യം പറഞ്ഞു, ആൻഡ് യു സെഡ് പാസിങ് ഓൺ ടു ദി നെക്സ്റ്റ് ജനറേഷൻ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇപ്പം പണ്ടത്തെ അമ്മമാരൊക്കെ എല്ലാവരും
നമ്മളെങ്ങനെ നോക്കിയാലും നമുക്കൊക്കെ നമ്മുടെ അമ്മമാരുടെ ഭക്ഷണം ഇഷ്ടമാണ് അല്ലേ, എല്ലാ അമ്മമാരും നന്നായി കുക്ക് ചെയ്യും. പക്ഷേ വെൻ ഇറ്റ് കംസ് ഇപ്പോഴത്തെ ജനറേഷനിൽ, അപ്പോൾ ഇനീഷ്യലി നമ്മളൊരു കല്യാണമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഫാമിലി നോക്കണം, നന്നായി കുക്ക് ചെയ്യുന്നു. ബട്ട് അത് ഒരു പാഷൻ എല്ലാവർക്കും ആവണമെന്നില്ല. അത് ഇനീഷ്യലി നമ്മൾ ചെയ്യുന്നു ആസ് എ പാർട്ട് ഓഫ് ആ റെസ്പോൺസിബിൾ, നമുക്ക് സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞാൽ വെൻ ഇറ്റ് ബിക്കംസ് എ ഫോഴ്സ്ഡ് റെസ്പോൺസിബിലിറ്റി, അത് എല്ലാവരുടെയും പാഷൻ ആവണമെന്നില്ല. അപ്പം ഐ ഹവ് ഹേർഡ് ഹസ്ബൻഡ് സെയിങ്, കണ്ടോ ഇത് ആളുടെ പാഷനല്ല കുക്കിംഗ്. സോ അതെങ്ങനെയാണ് ആ ആളുടെ മാത്രം പാഷനാവുന്നത്? ഇപ്പം ആണുങ്ങളോട് ആരും ചോദിക്കുന്നില്ല കുക്കിംഗ് നിങ്ങളുടെ പാഷനാണോ, കുക്കിംഗ് നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല, വൈ യു ആസ്ക് എ വിമൻ, വൈ ആർ യു ആസ്കിങ് വുമൻ? അപ്പോൾ അത് ഒരു പാഷൻ അല്ലാത്തവർക്ക് അത് കുക്കിംഗ് ഒരു എന്താ പറയുക, അത് ചെയ്താലേ, ബിക്കോസ് അത് എൻജോയ് ചെയ്യണമല്ലോ. സോ അതൊരിക്കലും ഒരു പാഷൻ എല്ലാവർക്കും ആവണമെന്നില്ല. പക്ഷെ അഗെയിൻ അതെന്താണ്, പണ്ടത്തെ അമ്മമാർ ചെയ്തുകൊണ്ട് ആ ഒരു ഇത് പാസ് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്ത്രീകൾക്കും കുക്കിംഗ് ഇഷ്ടമാണെന്നുള്ളത്. ഇതിൻ്റെ വേറൊരു ഇതെന്താ വെച്ചാൽ, ഈ അമ്മമാരിൽ നിന്ന് നമ്മൾ ഇത് പാസ് ചെയ്യുന്ന അടുത്ത ജനറേഷനിലേക്കാണ്. അപ്പം നമുക്ക് ഇങ്ങനൊരു സ്പേസ് ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ നമ്മുടെ അമ്മമാരുടെ തന്നെ പോയി പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരത്? നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, നീ ചെയ്യേണ്ടതാണ്, നിന്റെ കുടുംബം നോക്കണം, നിന്റെ കുട്ടികളെ നോക്കണം. പക്ഷേ അതേ തന്നെ എന്താണ്, അവരറിയാണ്ട് എന്താ പറയുക, അതൊരു അവരുടെ ബ്ലെയിം അല്ല, അവരറിയാണ്ട് അത് പാസ് ചെയ്തിരിക്കണു. ഈ പറഞ്ഞ പോലെ ഗിൽട്ട്, അയ്യോ ഞാൻ നല്ല കുക്കല്ലെങ്കിൽ ഐ എം നോട്ട് എ ഗുഡ് വൈഫ് അല്ലെങ്കിൽ ഒരു മദർ അല്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ, നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, വി ക്യാൻ ഓൾവേസ് ലെറ്റ് നോ പീപ്പിൾ. ഐ ക്യാൻ ടെൽ യു ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്, നിങ്ങളുടെ ഫോൾട്ടല്ല കുക്കിംഗ് ഇഷ്ടമല്ലെങ്കിൽ. ആൻഡ് വി ആർ സ്റ്റോപ്പിംഗ് ഇറ്റ് ദെയർ. നമ്മൾ അടുത്ത ജനറേഷനിലേക്ക് അത് പാസ് ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ ചിലവരെൻ്റെ അടുത്ത് ചോദിക്കും, അതെന്താ പണ്ട് നമുക്ക് പണ്ടൊന്നും ഇങ്ങനെ ഇല്ലല്ലോ, പണ്ട് അമ്മമാരൊക്കെ ഹാപ്പി ആണല്ലോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദേ വർ ഹാപ്പി. അവർക്ക് ചോയ്സ് ഉണ്ടായിരുന്നില്ല, ഇത്ര എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇതെല്ലാം പൈലപ്പ് ചെയ്ത് ഈ പറഞ്ഞ പോലെ 30, 40, 50 ഇയേഴ്സിൽ കണ്ടീഷൻഡായി വന്നപ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം അന്നും പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, ഇറ്റ് വാസ് കണ്ടീഷൻ ദാറ്റ് വേ. ആൻഡ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, വി ക്യാൻ സ്റ്റോപ്പ്. അത് അടുത്ത ജനറേഷനിലേക്ക് നമുക്ക് പാസ് ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടികളോട് പറയാം, ഓക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടും കൂടി സപ്പോർട്ട് ചെയ്യുക. ഇഫ് യു ലൈക്ക് കുക്കിംഗ്, യെസ് ഓക്കെ ഫൈൻ. അല്ലാണ്ട് അതൊരു എന്താ പറയുക, അതൊരു ഇറ്റ് ഷുഡ് ബി യുവർ ഫേവറേറ്റ് എന്ന് പറയാൻ നമുക്ക് ആവശ്യമില്ല. ആൻഡ് വി റിയലൈസ് ദാറ്റ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുറേ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദി തിങ്സ് ചേഞ്ച് ആയി തുടങ്ങി. കാരണം നമ്മളുടെയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം ഓൾമോസ്റ്റ് സെയിം ഏജ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളുടെ അമ്മമാരുടെ ടൈമിലായിരുന്നു പുതിയൊരു കൈൻഡ് ഓഫ് തിങ്സ് ചേഞ്ച് ആയത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ടത്തെ കാലത്ത് അവരുടെ ഒരു ഡ്രസ് സ്റ്റൈലും ഒക്കെ മാറിയിട്ട് ആ സമയത്ത് ഈ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതും പുതിയൊരു ജനറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതായത് പണ്ടി കൈലി മുണ്ട് കൊടുക്കുന്നതിൻ്റെ അടുത്ത് നൈറ്റി ഇതൊക്കെ വന്നു, ചുരിദാർ ഇങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ജനറേഷൻ വന്നു. ആ സമയത്ത് നമ്മുടെ അമ്മമാർ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഈ പുതിയൊരു ഇതിനെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ, അവർ ടോട്ടലി കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നു നമ്മൾ വളർന്നത്. സോ നൗ പ്രോബബ്ലി നമ്മളുടെ ജനറേഷൻ തൊട്ട് ഐ ഫീൽ ദാറ്റ് ഈ ഒരു ചോയ്സിനെ നമ്മൾ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളുടെ കുട്ടികളിനെ എനിക്ക് തോന്നുന്നു പ്രോബബ്ലി ഈവൻ ഇപ്പോൾ പോലും ഇപ്പം ഞാനിപ്പോൾ എനിക്കൊരു തെറാപ്പി സെഷൻ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് വന്നു കഴിഞ്ഞാൽ ഐ വിൽ നെവർ ബി ബോധേഡ് അബൌട്ട് എൻ്റെ കിച്ചണിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് ബോധേഡ് ആവില്ല. രാത് ഞാൻ ചിന്തിക്കുന്നത് പ്രോബ്ലി ഞാനിപ്പോൾ ഇതിന് ഏൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 20% കൊടുത്തിട്ട് ഞാൻ ലാവിഷായിട്ട് ഫുഡ് മേടിച്ച് കഴിക്കും. അതർവൈസ് ഐ ഹയർ സമ്മൺ സോ ദാറ്റ് ഐ ക്യാൻ ബി പ്രൊഡക്റ്റീവ്. ആ ഒരു തോട്ട് പാറ്റേണിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ അടുത്ത ജനറേഷനെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഗ്രോ അപ്പ് ചെയ്യിപ്പിക്കുക. ആൻഡ് ദാറ്റ്സ് അഗെയിൻ യുവർ ചോയ്സ്. എങ്ങനെ നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ മുന്നിൽ കണ്ടിട്ട് ആദ്യം നമ്മുടെ ചോയ്സസിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യും. ബിക്കോസ് റൂൾസ് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ള റൂൾസുകളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ബിലീഫ്സ്. അതിനെ ഫാക്ട് ചെക്ക് ചെയ്താൽ ഇതൊന്നും സത്യമല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോൾ ഒരു പാട്ടുണ്ട്, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അതൊരു പാട്ടാണ്. ഏതോ ഒരു കവി എപ്പോഴോ അയാൾക്ക് ഭാര്യയോട് സ്നേഹം തോന്നുന്നു, അല്ലെ ഭാര്യയോട് തല്ലുണ്ടാക്കിയപ്പോൾ അദ്ദേഹം എഴുതി വെച്ചതാണത്. അപ്പോൾ ചിലപ്പോൾ ആ ഭാര്യയ്ക്കുള്ള ഒരു കൊട്ടായിരിക്കാം. അത് കണ്ടിട്ട് നമ്മുടെ ബിലീഫ് സിസ്റ്റം ആക്കിയത് അല്ലെ. അത് ദിസ് ഈസ് എ ഫാക്ട് എന്നുള്ള അതിനെ ഫാക്ട് ചെക്ക് ചെയ്താൽ ഇത് വല്ല ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. എനി ടൈം ചിരിച്ചുകൊണ്ടിരിക്കും. ആൻഡ് പ്രോബബ്ലി ഹസ്ബൻഡ് ആയിരിക്കും ജോലി കഴിഞ്ഞ് ഫസ്റ്റ് വരിക, വൈഫ് പിന്നീടായിരിക്കും വരിക. അപ്പൊ ജോലി തീർക്കുമ്പോൾ ഭാര്യയ്ക്കും നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം ബിലീവായിട്ട് ആളുകൾ അങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പൊ ആ
വിശ്വാസത്തെ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മൾ നാളെ തൊട്ട് ഇറങ്ങിയിട്ട് കമോൺ എനിക്കൊന്നും പറ്റില്ല അങ്ങനെയല്ല അതെ അതെ അല്ലേ. രാത്രി നമ്മുടെ പ്രയോറിറ്റീസ് ചെയ്യുക, നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്യുക, എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്യുക, അങ്ങനത്തെ ഒന്നും സംഭവമല്ല ഞാൻ പറയുന്നത്. രാത്രി നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണോ, നമ്മുടെ ഫാമിലി ഹാപ്പിയാണോ, അതോ നമ്മൾ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോയിട്ട് നമ്മുടെ ഹോൾ ജനറേഷനെ ഈ പ്രശ്നത്തിലോട്ട് ഗിഫ്റ്റിങ്ങിന് എക്സ്ചേഞ്ച് ചെയ്ത് പോവുകയാണോ, ഓർ ഇവിടെ ഒരു ലൈൻ വേണം, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം, സോ ദാറ്റ് എവറി വൺ വിൽ ബി ഹാപ്പി വിത്ത് മൈ ചോയ്സ് എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു റൈറ്റ് ഡിസിഷൻ. അതിന് ഈ പ്ലാറ്റ്ഫോം ഡെഫിനറ്റ്ലി ഹെൽപ്പ് ആവും. കാരണം ഇവിടെ വേറെ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട. രാത് ഈ പറയുന്ന പോലെ 80-20%, like 80% if you can listen to them and 20% probably you can talk to them and asking them to think in a different perspective. അവരെന്താണോ ചിന്തിച്ചത് ശരിയാണ്, അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഒരു സെക്കൻഡ് പെർസ്പെക്റ്റീവിൽ ജഡ്ജ്മെൻറ്റിലല്ലാതെ അവരെ ഒന്ന് ഡയറക്ഷൻ മാറ്റി കൊടുക്കുക. ആ റോളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ റോൾ നിങ്ങൾ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ബിലീഫ് ഉണ്ട്, ബിലീഫ് സിസ്റ്റത്തിലാണ് ഇത് കംപ്ലീറ്റ് കെട്ടിക്കുടുങ്ങി കിടക്കുന്നത്. ദ മെയിൻ തിങ് ഈസ് ഞാൻ സാക്രിഫൈസ് ചെയ്ത് ഇവരെയൊക്കെ സന്തോഷിപ്പിക്കുമ്പോഴാണ് ഞാനൊരു ഗ്ലോറിഫൈഡ് ആവുന്ന എന്നുള്ള വളരെ തെറ്റായ ഒരു ധാരണ എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. അതുകൊണ്ട് എവിടെ ഇരുന്നാലും ഇരിപ്പുറക്കില്ല, അയ്യോ എൻ്റെ മോൻ കഴിച്ചോ, എൻ്റെ ഹസ്ബൻഡ് ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ അവർക്ക് അവിടെ വീട്ടിൽ യു തിങ്ക് ദാറ്റ് ദേ വിൽ നോട്ട് സർവൈവ് വിത്തൗട്ട് യു. ആൻഡ് നമ്മുടെ ഈ സാക്രിഫൈസ് കൊണ്ട് ഇവരൊക്കെ നമ്മളെ എന്തോ ചിലപ്പോൾ അവർ ഗ്ലോറിഫൈ ചെയ്യും, കാരണം അവർക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ടല്ലോ പല കാര്യം. സോ ഇറ്റ്സ് ഈസി ടു ബി ഗ്ലോറിഫൈഡ് വെൻ യു സാക്രിഫൈസ് യുവർ സെൽഫ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് എത്ര കാലം നമ്മളിത് ചെയ്യും, അവിടെയാണ് ഈ സഫോക്കേഷനും ഈ ഒരു പ്രാന്ത് പിടിച്ച സ്വഭാവമൊക്കെ പുറത്ത് വരുന്നത്. കാരണം കുറേ കഴിയുമ്പോൾ എന്താണ് വാട്ട് എം ഐ ഡൂയിങ് എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അവിടെയാണ് ഈ സെൽഫ് സാബോട്ടാജ് അല്ല ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ചെറിയൊരു എൻലൈറ്റൻമെൻറ്റ് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ കൊടുക്കാം, ഷീ ടോക്സിലൂടെ. ബിക്കോസ് യുവർ ചോയ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെടുക്കുന്ന നമ്മൾ ചോയ്സ് എടുക്കാത്തപ്പോഴും യു ആർ മേക്കിംഗ് എ ചോയ്സ്. ഈവൻ വെൻ യു ആർ നോട്ട് മേക്കിംഗ് എ ചോയ്സ്, യു ആർ മേക്കിംഗ് എ ചോയ്സ്. സോ വാട്ട് ആർ യുവർ ചോയ്സസ്? ഹൗ ഡു യു മേക്ക് യുവർ സെൽഫ് ഹാപ്പി? നിങ്ങൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ വാട്ട് ഈസ് വൺ തിങ് യു ഡു ഫോർ യുവർ സെൽഫ്? വൺ ബിഗ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വേണ്ടി സന്തോഷം തരുന്ന ഒരു കാര്യം എന്താ നിങ്ങൾ ചെയ്യുന്നത്? അല്ല അങ്ങനെ ഇപ്പം നോക്കിയാൽ ഒന്നുമില്ല, ആർക്കും ഒന്നും പറയാനില്ല. അല്ല രാവിലെ കുട്ടികളെ പറഞ്ഞയക്കണം, പിന്നെ കുക്ക് ചെയ്യാനുണ്ട്, പിന്നെ അപ്പോഴേക്കും ഹസ്ബൻഡ് വരും, അപ്പോഴേക്കും രാത്രിയത്തെ നോക്കണം, അപ്പോഴേക്കും വാട്ട് ആർ യു ഡൂയിങ് ഫോർ യുവർ സെൽഫ്? അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. ബിക്കോസ് നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഒരു റിപ്പിൾ എഫക്റ്റാണ്. നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ ബാക്കിയുള്ളവരെ സന്തോഷിപ്പിച്ച് വെക്കുന്നുണ്ടെന്ന്. ഇല്ല, you are actually projecting that very unhappy, unsatisfied energy to your family, people outside, everyone. നിങ്ങൾ വിചാരിക്കും ഞാനൊരു ഭയങ്കര സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാണ്, ഞാൻ ഇങ്ങനെയാണ്. അല്ല, യുവർ എനർജി ടോക്സ്. അപ്പം നിങ്ങൾ ഹാപ്പി ആണോ എന്നുള്ളത് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, അത് ആസ്ക് എവറി ക്ലയൻറ്റ്. വിളിക്കുന്ന ആൾക്കാരോട് ചോദിക്കുക, എന്താ ചെയ്യാൻ ഇഷ്ടം, എന്താ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം, അത് ചെയ്യുന്നുണ്ടോ, അത് ചെയ്യാൻ സമയം കണ്ടെത്തേണ്ടതുണ്ടോ? ഇഫ് യു സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ് ദാറ്റ് മേക്ക് യു ഹാപ്പി, യു ഓട്ടോമാറ്റിക്കലി ബിക്കം എ ഡിഫറെൻറ്റ് പേഴ്സൺ. അതുകൊണ്ട് ചോയ്സ് എടുക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള മേക്ക് ദാറ്റ് ചോയ്സ്. ഇനി നമ്മൾ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, അന്ന് അങ്ങനെ നടന്നു, അന്ന് ഞാൻ ഇങ്ങനെയായിരുന്നു, അന്ന് എനിക്ക് ബോധമില്ലായിരുന്നു, എന്നെ നിർബന്ധിച്ച്. ഇറ്റ്സ് ഫിനിഷ്ഡ്. ദ പാസ്റ്റ് ഇസ് ഓവർ. യെസ്, വി ക്യാൻ ഹീൽ, വി ക്യാൻ ഡു ഓൾ ഓഫ് ദാറ്റ്. പക്ഷെ നമുക്ക് അവിടെ പോയി ഇനിയൊന്നും മാറ്റാൻ പറ്റില്ല. വാട്ട് ക്യാൻ യു ചേഞ്ച് നൗ? ഇന്ന് നിങ്ങൾക്ക് എന്താ ചേഞ്ച് ചെയ്യാൻ പറ്റുക? ഇന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്താ? ക്യാൻ യു ഡു സംതിങ് ഫോർ യുവർ സെൽഫ്? അതൊരു ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ആഡിങ് ടു ശ്രീബാല ആൻഡ് വാട്ട് ഡോക്ടർ സെഡ്, നമ്മുടെ മനസ്സിലെപ്പോഴും 100% പെർഫെക്ഷനിസ്റ്റ് ആണ്. ഞാനിങ്ങനെ ഇപ്പം ഒരു ക്ലീനർ വീട്ടിലുണ്ടെങ്കിലും ചെയ്തിട്ട് പോയാലും പിന്നെ അവിടെ ഇച്ചിരി കൂടി ഉണ്ടല്ലോ, ഞാൻ ഇത് ഞാൻ തന്നെ ക്ലീൻ ചെയ്താലേ കറക്റ്റ് ആകത്തുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ വേണ്ടത് ആരും 100% പെർഫെക്ഷനിസ്റ്റ് ആകാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇറ്റ്സ് ഓക്കെ നമ്മൾ തെറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാ കാര്യവും 100% എന്താ പറയുക ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ സൈഡിൽ കുറച്ച് വീഴ്ചകളൊക്കെ ഉണ്ടാകും. ദാറ്റ്സ് ഓക്കെ, നമ്മുടെ ലൈഫാണ്.
അപ്പം അത് ഓക്കെയാണ്. അപ്പം നമ്മൾ അങ്ങനെ നമ്മളെ തന്നെ എന്താ പറയുക, നമ്മൾ ഫുൾ 100% എന്താ പറയുക ഒരു ഇതല്ല എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സൂപ്പർ വുമൻ ലേബൽ സൂപ്പർ വുമൻ ലേബൽ സെയിം ലൈക്ക് ബോർഡ് റൂമിലും കിച്ചൺ ടേബിളിലും നമ്മൾ സൂപ്പർ വുമൺ ആയിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ്. അത് പറ്റത്തില്ല. ഒരു സ്ഥലത്ത് നമുക്ക് 100% ആ ഒരു സ്ഥലത്ത് ചിലപ്പോൾ 30% ഉള്ളൂ. പക്ഷെ നമുക്കത് മേക്കപ്പ് ചെയ്യാം, അത് കുഴപ്പമില്ല, അത് നോർമലാണ്. പിന്നെ സെൽഫ് കെയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു നെസസിറ്റി ആണ് എന്നുള്ള ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു റിയലൈസേഷൻ വേണം. നമ്മളെ തന്നെ ഏറ്റവും ബാക്കിൽ വെക്കാതെ നമ്മളെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം. നമ്മൾ സെൽഫ് കെയർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നാലേ ഉള്ളൂ നമുക്ക് മുമ്പോട്ട് നന്നായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്, അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഐഡിയ എന്നല്ല, ഒരു തോട്ട് പാറ്റേൺ നമുക്ക് വേണം. പിന്നെ ഷീടോക്സിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അങ്ങനെ ഒരു നിങ്ങളെ തന്നെ റീഡിസ്കവർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ തരുന്നത്. നമ്മൾ ഒട്ടും ജഡ്ജ്മെന്റിലല്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നമ്മളതെല്ലാം നമ്മൾ ക്ഷമയോടെ കേട്ടിരിക്കും. നിങ്ങൾ തന്നെ നിങ്ങളെ റീഡിസ്കവർ ചെയ്യാനായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമല്ലേ. പക്ഷെ ഇവിടെ ഞാൻ ആഡിങ് ടു ഇറ്റ് ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. സോ മോസ്റ്റ്ലി സ്ത്രീകൾ തന്നെ ഒരാളെ കേൾക്കാനുള്ളത്, വിമണിനെ കേൾക്കാനുള്ളത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾക്ക് വിശ്വാസം ഇല്ലാത്തതും സ്ത്രീകളെ തന്നെ ആയിരിക്കും. റീസൺ എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി മെൻ ഗ്ലോറിഫൈ ചെയ്ത് വിമൻ്റെ ഡ്യൂറിങ് ദ പീരീഡ്സിൽ അവരിങ്ങനെ മൂടിലോട്ട് പോകുന്നു, ഇങ്ങനെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവർക്ക് കുറച്ച് വീക്കാണ്, അവർ കുറച്ച് ചാലഞ്ചസ് കൂടെ പോവാണ്, അമ്മ ഇതാണ് ഇങ്ങനെയുള്ള പല പാറ്റേണിലും ഈ എഴുതി വെക്കുമല്ലോ, അവർ ബുക്സിലൊക്കെ എഴുതി വെക്കും. ആക്ച്വലി അതാണോ സ്ത്രീകൾ? ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ എഴുതിയ ബുക്കുകളിലാണ് ആക്ച്വലി ഒരു സ്ത്രീനെ കുറിച്ചിട്ട് പറയാം. കമല സുരേയൊക്കെ എഴുതിയത് അത് പക്ഷെ ആർക്കും അക്സെപ്റ്റ് ചെയ്യണ്ട. കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര പ്രശ്നമാണ്, അവര് ശരിയല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ട്. പക്ഷെ അതാണ് വിമൻ, യഥാർത്ഥ സ്ത്രീ അതാണ്. പക്ഷെ മെൻ കുറച്ച് ബിലീഫ് സിസ്റ്റമാണ്. അത് അവർ കണ്ടതും കേട്ടതും അല്ല അവർക്ക് കംഫർട്ടായിട്ട് തോന്നിയ ഒരു കാര്യത്തിൽ സ്ത്രീകൾ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ അവരൊരു ഡെഫിനിഷൻ കൊടുക്കും. ആൻഡ് സ്ത്രീകൾ അതിൽ ഹാപ്പിയാണ്. ബിക്കോസ് എവ്രി വൺ വോണ്ട് ടു ബി പാമ്പേർഡ്. അതർവൈസ് നമ്മൾ പറയത്തില്ല സിമ്പതി ആൻഡ് എംപതി. സിമ്പതി ഇഫ് സമൺ ടെൽസ് യു ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ഇവിടെ ഒരാൾ പറയാണ് അവളെ എന്നോട് ഇങ്ങനെ സംസാരിച്ചു, എനിക്ക് അവളെ ഇഷ്ടമായില്ല. അപ്പോൾ ഉടനെ കൂട്ടുകാർ പറയണം ശരിയാണ്, നിനക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. അനദർ പേഴ്സൺ വന്നിട്ട് പറയാം പ്രോബ്ലി അവൾ പറഞ്ഞതിന് ഈ റീസൺ ഉണ്ടാവും. നമ്മളതിനെ പേഴ്സണലായിട്ട് എടുക്കേണ്ട എന്തെങ്കിലും കാരണം ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും അവിടെ ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. ആ മൊമെൻ്റ് ആ പേഴ്സൺ നമ്മുടെ വില്ലനാവും അല്ലേ. സോ സ്ത്രീകൾക്ക് ആ ഒരു സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അവർക്ക് ഇഷ്ടം ആ സിമ്പതിയാണ്. എൻ്റെ കൂടെ കരഞ്ഞു, അവർ എൻ്റെ കൂട്ടുകാരിയല്ലേ, എൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ ദ വൺ ഹു ഈസ് എംപത്തറ്റിക് ഗിവിങ് യു എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് അവർ ശത്രുവാണ്. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ ഇതിനകത്ത് ഞാൻ ആഡ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ദാറ്റ് വിമൺ തന്നെ സ്ത്രീയുടെ വിഷമം ഏറ്റവും കൂടുതൽ അറിയാവുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ്. ഇപ്പോൾ വിമൺ തന്നെ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് ആ ഒരു സ്പേസും ട്രസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അവിടെയാണ് ആ ട്രസ്റ്റ് ഫോം ചെയ്യേണ്ട റീസണും അതാണ്. അപ്പോൾ ആ ട്രസ്റ്റും ഓൾറെഡി നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങളിപ്പോൾ എങ്ങനെയാണോ പോകുന്നത് ആ പാറ്റേണിൽ തന്നെ പോവുക. ആൻഡ് ഐ കെൻ സീ ദാറ്റ് പീപ്പിൾ ആർ ഡൂയിങ് വണ്ടേഴ്സ് ആൻഡ് മോർ പീപ്പിൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലോട്ട് വരികയും അവർക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എംപത്തറ്റിക് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് ബെറ്റർ വേയിൽ പല രീതിയിൽ അത് അവരെ ഡൈവേർട്ട് ചെയ്ത് അവർക്കൊരു പുതിയൊരു ദ കൈൻഡ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അല്ല, ഈ ബുക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ബുക്സിലൊക്കെ ഉള്ള ഈ പറഞ്ഞ ഒരു കുറച്ച് ഇതുണ്ടല്ലോ വിശേഷണങ്ങൾ. അപ്പം അതൊക്കെ കേട്ടിട്ട് പണ്ട് നമ്മളൊക്കെയും എല്ലാവരും ഗുഡ് ബുക്സിലാവണം എന്നുള്ള ഒരു ഇതുണ്ടല്ലേ, എല്ലാവരും നല്ലത് പറയാ, നല്ല ഗുഡ് ബുക്സിലാവുക, അപ്പം നമ്മൾ പെർഫെക്റ്റ് ആയി എന്നുള്ള. പക്ഷെ അത് കാരണം പിന്നെ ഐ ഓൾവേസ് ഇറ്റ്സ് ലൈക്ക് എ ട്രാപ്പ് നൗ. കാരണം പെട്ടു അങ്ങനെ നമ്മളെ പറ്റി പറഞ്ഞാൽ അയ്യോ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചൊന്നും പറയില്ല, നിങ്ങൾ നല്ല നല്ല സൽസ്വഭാവികളാണ്, തിരിച്ചൊന്നും പറയില്ല, അതൊരു ട്രാപ്പാണെന്ന് പറയും. കാരണം അവിടെ നമ്മുടെ ചിന്തിക്കൽ തീർന്നു. നമ്മൾ അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം. ബട്ട് നമ്മുടെ കംഫർട്ട് സോൺ ഇവിടെയാണ്, എല്ലാവരും അക്സെപ്റ്റബിൾ ആയി കാണുന്ന അവിടെയാണ് നമ്മുടെ കംഫർട്ട് സോൺ. അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നത്, ഷീ വാസ് ആക്ച്വലി ഗോയിങ് ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ കൂടെ പോവുകയാണ് ആൾ. അപ്പോൾ ആൾ നേരെ അപ്രോച്ച് ചെയ്തത് ആളുടെ പേരൻസിനെയാണ്. അപ്രോച്ച് ചെയ്തപ്പം അവർ ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിങ് അവർ പറഞ്ഞു
നിന്റെ പണ്ടും ഇങ്ങനെ പ്രശ്നമാണ്, നീ അന്നും ഇങ്ങനെയായിരുന്നു, നീ നിന്റെ ഒരു എന്താ പറയുക, നീ കുറച്ചും കൂടി ഒന്ന് മെച്യൂരിറ്റി കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ലൈഫിൽ ആ ഡിസിഷൻ കറക്റ്റായി എടുത്തിരുന്നെങ്കിൽ, യു വുഡ്ന്റ് ഹാവ് ടു ഫേസ് ദിസ് എന്നൊക്കെ പറഞ്ഞ് ആള് ഓൾറെഡി വിഷമമുള്ള ആളെ എന്താണ് അവർ ചെയ്യുന്നത്? ദേ ആർ നോട്ട് ഹെൽപ്പിങ്. അപ്പോൾ ഈ ക്ലയൻറ്റ് ഇതുപോലെ ഗുഡ് ബുക്സിൽ ഉണ്ടായതുകൊണ്ട് ഷീ കനോട്ട് സ്പീക്ക് ബാക്ക്. അപ്പോൾ ആള് എല്ലാം കൂടെ ആളുടെ മനസ്സിലേക്ക് എടുത്തിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ ഫോൾട്ടാണ്, ഐ ഷുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. ഞാൻ പറഞ്ഞു നോ, യു ഷുഡ് ഹാവ് ആസ്ക്ഡ്. ഈ പറയുന്ന പോലെ അവിടെയാണ് എംപത്തി അല്ലെങ്കിൽ ലിസണിങ് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ദ ഫസ്റ്റ് പേഴ്സൺ ഓർ ഫസ്റ്റ് പീപ്പിൾ യു വെൻ ടു വർ യുവർ പേരൻസ്, ആൻഡ് ദാറ്റ് ഷുഡ് ബി ദ വേ ഇറ്റ് ഷുഡ് ഹാപ്പൻ. പുറത്തേക്കല്ലല്ലോ പോയത്. നാളെ എൻ്റെ കുട്ടികളാണെങ്കിലും എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം ആദ്യം വരുന്നത്. പക്ഷേ ഇത് എന്താ വെച്ചാൽ അവിടെ പണ്ടത്തെ ഇതിലത് നടന്നിട്ടില്ല. ഇത് പാസ് ഓൺ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നേരെ മറിച്ച് ഇതൊരു ഔട്ട്സൈഡർ വന്ന് ചോദിച്ചാലോ, അപ്പോഴേക്കും നമ്മൾ എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു? നമ്മൾ വേണമെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആണോ, നമ്മുടെ സ്ഥലം വേണമെങ്കിൽ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലത്തെ FD ഒക്കെ പൊട്ടിച്ച് നമ്മൾ കൊടുക്കും. ബട്ട് വൈ വെൻ ഇറ്റ് കംസ് ടു നമ്മുടെ സ്വന്തം കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫിക്സിങ് ഉണ്ട്. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. ബട്ട് അവരുടെ ജേർണി ഡിഫറെൻ്റ് ആണ്. മേ ബി ദാറ്റ് പേഴ്സൺ ഇസ് ഇൻ അവർക്ക് ഇഷ്ടം ഇതായിരിക്കും. ഇപ്പം പേരൻസ് ആണെങ്കിൽ അവർ കണ്ടുപിടിച്ച ആളെ കല്യാണം കഴിച്ചില്ല, അല്ലെങ്കിൽ ഇവർ തിരഞ്ഞെടുത്തു. അവരുടെ എല്ലാവരും ഇൻഡിവിജ്വൽസ് വ്യത്യാസമാണ്. പേരൻസിന് ഇഷ്ടമാവുന്ന ആളായിരിക്കണം മറ്റേ കുട്ടിക്കും ഇഷ്ടമാവണം. നമ്മൾ നോക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് അഗെയിൻ ഒരു പേഴ്സണൽ കോമ്പാറ്റബിലിറ്റി ഉണ്ട്. ഇതൊന്നും ആരും ആലോചിക്കാണ്ട് നമ്മളെടുത്ത തീരുമാനം ഇതാക്കാത്തതുകൊണ്ടാണ് നീ സഫർ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ അവിടെ ഹീലിംഗ് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ആഡ് ഓൺ ചെയ്യാണ്. ആ സ്ട്രഗിൾ അതുപോലെ തന്നെ ഉണ്ട്, ആരും കേൾക്കുന്നില്ല. അപ്പം ഐ ടോൾഡ് ലൈക്ക് യു ഷുഡ് നോട്ട് ടേക്ക് എല്ലാം നിങ്ങളുടെ മേത്തേക്കുള്ള ഒരു പ്രശ്നമല്ല. അവിടെ ഹീലിംഗ് നടന്നിട്ടില്ല, അവരുടെ ഹീലിംഗ് നടന്നിട്ടില്ല, ആൻഡ് യു ആർ തിങ്കിങ് ദ റൈറ്റ് വേ. ആൻഡ് ഷീ ഓൾസോ സെഡ് ഓക്കെ, ഞാൻ എൻ്റെ മോൾക്ക് അത് പാസ് ചെയ്യില്ല. നാളെ ഷീ ഷുഡ് ഓൾവേസ് കം ടു മീ ഫസ്റ്റ്. ഐ സെഡ് സി യു ഹാവ് ടേക്കൺ അനദർ സ്റ്റെപ്പ്, യു സ്റ്റോപ്ഡ് ഇറ്റ് ദർ, നെക്സ്റ്റ് ജനറേഷനിലേക്ക് യു ആർ നോട്ട് പാസിങ് ഇറ്റ്. അപ്പോൾ ഇനി ഗുഡ് ബുക്സിലാവല്ല, ബി ഗുഡ്. പക്ഷെ അത് എന്താ പറയാ, മറ്റേ രജനീകാന്തിന്റെ പടം കോസ്റ്റ് ഓഫ് യുവർ ഓൺ ഹാപ്പിനെസ് ആൻഡ് യുവർ ഓൺ പടത്തിൽ പറയുന്ന പോലെ നല്ലവനായിക്കോ, ரொம்ப നല്ലവനാവാതെ എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത്. ഈ ഗുഡ് ഗേൾ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ഭയങ്കര മാരകമായ ഒരു അസുഖമാണ് ശരിക്കും. അതിൽ ഈ പറഞ്ഞ പോലെ അതിൽ പെട്ട് കഴിഞ്ഞാൽ ഇമേജിൽ നിന്ന് നമുക്ക് ഇറങ്ങാനും പറ്റില്ല. പിന്നെ വേറൊരാളായി കഴിഞ്ഞാൽ നേരത്തെ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ എന്താ നീ ഇങ്ങനെ, ഇത്രയും കാലം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, സോ അത് നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആവണം, ഇതാവണം. അത് ഗ്രാജുവലി നമ്മൾ അതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്കൊരു നല്ല ഒരു ലൈഫോ നമുക്കൊരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവുള്ളൂ. സോ ഈ ഗുഡ് ഗേൾ സിൻഡ്രോം എന്നുള്ള അസുഖം നമ്മൾ ബാധിച്ച കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഇതിനകത്തും വളരെ അധികം പേരെടുത്ത് പറയുന്നില്ല. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യുവാണ്. പലപ്പോഴും അതിനകത്ത് പേരൻറ്റിങ്ങിന് ഒരു മേജർ റോളുണ്ട്. നമ്മൾ എപ്പോഴും പണ്ട് മുതലേ ഈ ബിലീഫ് സിസ്റ്റത്തിലോട്ട് വരിക. നമ്മളോട് പറയുന്നത് എന്താ, എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം, മുതിർന്നവരോട് തിരിച്ചു പറയാൻ പാടില്ല, കുട്ടികളായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേങ്കിൽ അതിനൊക്കെ അൺലേൺ ചെയ്യേണ്ട സമയമായില്ലേ? ഈ മുതിർന്നവർ നമ്മൾ ഓരോരുത്തർക്കും കാണും, ഈ മുതിർന്നവർ തന്നെ അവർ കാരണമൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതി വിഷമിച്ചതുണ്ടാവും. അപ്പോൾ ഇതിനെ അൺലേൺ ചെയ്യേണ്ടത് നിങ്ങളെ ആര് റെസ്പെക്ട് ചെയ്യുന്നു, അത് ചിലപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ പോലും അവരെ റെസ്പെക്ട് ചെയ്യാം. അല്ലാണ്ട് നമ്മളെ ജഡ്ജ്മെൻ്റലായിട്ടും നമ്മളോട് മിസ്ബിഹേവ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു മുതിർന്ന ഒരാളെ എന്തിനു റെസ്പെക്ട് ചെയ്യണം? അല്ല, അതിന് വോയിസ് ഉയർത്താനല്ലേ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പഴയ ലേണിങ്സ് എല്ലാം ആ ബിലീഫ് സിസ്റ്റങ്ങളെയൊക്കെ നമ്മളുടെ ഒരു ജനറേഷനോടുകൂടി അതിനൊരു ബൗണ്ടറി മാറുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതും ഒരു ഗുഡ് ഗേൾ സിൻഡ്രോമത്തിന് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ അവരോട് അങ്ങനെ പറയാൻ പാടുണ്ടോ, ചെയ്യാൻ പാടുണ്ടോ, എനിക്കങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ, എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ, എൻ്റെ വോയിസിനെ കുറിച്ച് എനിക്ക് കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ സ്റ്റോപ്പ് ചെയ്യുന്നത്? ആൻഡ് ഈ ലിമിറ്റിംഗ് തോട്ട്സ് എല്ലാം, ഇത് ലിമിറ്റിംഗ് തോട്ട്സ് ആൻഡ് ബിലീഫ്സ് ആരുടെയോ ഭാവനയിൽ വരുന്ന ഒരു ബിലീഫ്സാണ് ദാറ്റ് യു ക്രിയേറ്റിംഗ് ടു അനദർ പേഴ്സൺ. അപ്പോൾ ആ ബിലീഫ് സിസ്റ്റത്തിനെ ഞാൻ ഫാക്ട് ചെക്ക് ചെയ്യണം. ഇതാണോ ശരി, ഇതാണോ സത്യം? അത് സത്യവും തെറ്റും ഒക്കെ, ശരിയും തെറ്റും ഒക്കെ നമ്മുടെ ഈച്ച് വണ്ണിൻ്റെ പെർസ്പെക്റ്റീവ്. വേറൊരാൾക്ക് എൻ്റെ ശരിയാകണമെന്നില്ല, വേറൊരാൾക്ക് എൻ്റെ തെറ്റ് ശരിയാവണമെന്നില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവൻച്വലി നമ്മൾ തന്നെയാണ് അതിനെന്താ വേണ്ടത്? നമുക്ക് നമ്മളെ തന്നെ ഒരു സെൽഫ് വർത്ത് ഉണ്ടാവണം, നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ അറിയണം. അതിന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോഴ് ഞാൻ ഈ മൊമെൻറ്റിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വോട്ട് ഈസ് ദാറ്റ് ഞാൻ സാക്രിഫൈ ചെയ്യുന്നതല്ല ഓർക്കേണ്ടത്. വോട്ട് ഈസ് ദാറ്റ് ഈസ് ഗിവിങ് മീ സം കൈൻഡ് ഓഫ് കോൺഫിഡൻറ്റ് ആൻഡ് ഹാപ്പിനെസ്, റൈറ്റ്? എൻ്റെ ഹാപ്പിനെസ് വേറെ ആരുടെയോ ഡെഫിനിഷൻ ആവല്ലേ.
അല്ല വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഏറ്റവും നല്ല സ്ത്രീ എന്ന് ഡിഫൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ മക്കളെ നോക്കി വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഏറ്റവും നല്ലതെന്നുള്ള ആരുടെയോ ഒരു ഡെഫിനിഷൻ ആകില്ല. രാധ എൻ്റെ ഈ മെസ്സേജ് ഇതൊരു അറ്റ്ലീസ്റ്റ് 10 ആളുകൾക്ക് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു ചേഞ്ച് വരുത്താൻ പറ്റിയെങ്കിൽ അവിടെയാണ് എൻ്റെ ഹാപ്പിനെസ് ഞാൻ ഡിഫൈൻ ചെയ്യേണ്ടത്. അത് അഗെയിൻ നമ്മുടെ പേഴ്സണൽ ചോയ്സ്. അതിൽ നമ്മൾ തന്നെ ആൻസറും കണ്ടെത്തണം, നമ്മൾ തന്നെ സൊല്യൂഷനും കണ്ടെത്തണം. ആ ഒരു ചോയ്സ് എന്ന് വരുന്നു, I mean the whole world will change. Rather than ഇപ്പോൾ ഉള്ള സ്ത്രീകൾക്ക് കൂടുതൽ ഈ വാലിഡേഷൻ വേണം. ഒരു ഉടുപ്പിട്ടിട്ട് 10 തവണ ചോദിക്കും ഈ ഉടുപ്പ് കൊള്ളാമോ, അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലും ഈ ഉടുപ്പ് കൊള്ളാമോ, ഭർത്താവ് പറയും ഓ കൊള്ളത്തില്ല, കല്യാണത്തിന് പോകുന്ന പോലെ ഉണ്ട്, ആണോ എന്നാൽ ഇത് മാറ്റാല്ലേ, ശരി മാറ്റിക്കും, മാറ്റി തിരിച്ചു വന്നിട്ട് നിനക്ക് ഇച്ചിരി തടി കൂടിയല്ലോ അതുകൊണ്ട് നിനക്ക് എന്തിട്ടാലും അത്ര ചേർച്ചയില്ല, കല്ല് അന്നത്തെ ദിവസം പോയി കിട്ടി. അപ്പൊ പിന്നെ നിങ്ങൾക്കപ്പോൾ എന്നോട് താല്പര്യമൊന്നും ഇല്ല അല്ലേ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്, നിങ്ങളപ്പോൾ വേറെ ആരെയോ വെച്ചിട്ടാണ് എന്നെ കമ്പയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മക്കളെടുത്തോളം അച്ഛൻ പറഞ്ഞ ഈ ഡ്രസ്സ് കൊള്ളില്ല, നിനക്ക് എന്ത് തോന്നുന്നു, കുട്ടി പറയണം കൊള്ളാമല്ലോ, എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല, ഓക്കെ, പക്ഷെ അച്ഛൻ അങ്ങനെ പറഞ്ഞു ഓളെ. അപ്പോൾ അവിടെ തൊട്ട് ഇവരുടെ ആ പേഴ്സണാലിറ്റിയിലും അവരുടെ കോൺഫിഡൻസിലും ലോ സെൽഫ് എസ്റ്റീമിലോട്ടും പോകുകയാണ്. ആൻഡ് ദെൻ പിന്നെ സെൽഫ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് കൂടുതലും ക്രിട്ടിക്കൽ സ്റ്റോറീസ് ആയിരിക്കും. ക്രിട്ടിക്സ് ആരോടാണ്? എന്നോട് തന്നെ. ശരി എനിക്ക് തടി കൂടി, അപ്പോൾ ഉടനെ ബ്ലെയിം പാറ്റേണിലോട്ട് വരുവാണ്. സെൽഫ് ബ്ലെയിം ആൻഡ് അനദർ പേഴ്സണിൽ അവരോട് പറയുകയാണ് എന്താണ് എനിക്കിപ്പോൾ 2 കുട്ടികളൊക്കെ ആയതിൻ്റെ തടിയാണ്, അതുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചേക്കുന്നത്. ചിലപ്പോൾ ആ ഹസ്ബൻഡ് അതൊന്നും ചിന്തിച്ചു പോലും ഇല്ലായിരിക്കും. നാച്ചുറലി ചോദിച്ചതിനൊരു ആൻസർ ഹോണസ്റ്റായിട്ട് പറഞ്ഞായിരിക്കും. അപ്പോൾ ആ ഹോണസ്റ്റിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് യു ആർ ഓൾറെഡി ക്രിട്ടിക്കൽ ടു യുവർ സെൽഫ് അല്ലേ. അപ്പോൾ ഈ ഒരു പാറ്റേണാണ് നടന്നുകൊണ്ട് പോകുന്നത്. അവിടെയാണ് പിന്നെ അക്യുമുലേറ്റഡ് സ്റ്റോറീസും പിന്നെ റിസർച്ചും പിന്നെ CID ജോബ്സും. CID ജോബ്സാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. എൻ്റെ ഭർത്താവിന് വേറെ ആരോടോ താല്പര്യമുണ്ട്, അവരോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ പിന്നുള്ളൊരു ജോബാണ് അമ്മമാരോട് കൂടുതൽ അടുപ്പമുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും എന്നോട് സ്നേഹമില്ല. ഇത് കൂടുതലും ക്രിയേറ്റ് ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ തന്നെയാണ്. അപ്പോൾ അതിനെല്ലാം നമ്മളിപ്പോൾ നാളെ പറയുകയാണ് ഇതെല്ലാം നിങ്ങളുടെ തോട്ട്സാണ്, അതിനെ ഡിസ്മിസ് ചെയ്യുകയല്ല വേണ്ടത്. അതിനകത്ത് റീസൺസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റൂട്ട് കോസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അക്യുമുലേറ്റഡ് ആയിട്ടുള്ള കുറേ റീസൺ ഉണ്ടാവും. അതിനെല്ലാം അക്നോളജ് ചെയ്തിട്ട് ദെൻ നമ്മൾ അഗെയിൻ പുതിയൊരു വലിയൊരു വേർഷൻ എത്തിക്കുന്നതിന് പകരമായിട്ട് രാധ എന്താണ് വാട്ട് ആർ ദ ചേഞ്ചസ് യു വുഡ് ലൈക്ക് ടു ഗെറ്റ് അല്ലേ. അത് ചിലപ്പോൾ ഒരു കുട്ടി ചെറിയൊരു ചേഞ്ച് ആയിരിക്കും, ആ ചേഞ്ചിലേക്ക് അവരെ കൊണ്ടുവരിക. അതിൽ നിന്ന് പിന്നെ അടുത്ത ചേഞ്ച്, പിന്നെ അവർ ചേഞ്ച് ആയിക്കോളും, കണ്ടുപിടിച്ചോളും. അവരുടെ പാഷനും അവരുടെ സ്കിൽസും എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് അവർ കണ്ടെത്തും. നോർമലി തെറാപ്പിക്ക് വരുന്നവർക്ക് മാജിക് നടക്കും, നാളെ തന്നെ ഞാൻ ഒരു വലിയൊരു സംഭവമാകും. പക്ഷെ എന്താ വലിയ സംഭവം? ഡെഫിനറ്റ്ലി വി ക്യാൻ ഹെൽപ്പ് ദം. എന്താണ് സംഭവിച്ചാൽ അവർക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു പാറ്റേണിലേക്ക് അവരെ ചിന്തിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഐ മീൻ ഓഫ് കോഴ്സ് അത് നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഒരുപാട് ഹിസ്റ്ററീസ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? അപ്പം ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നത് വാലിഡേഷൻ ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കും ആം ഐ റൈറ്റ് ഓർ റോങ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇവരോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ശരിയാവണമെന്നില്ല നിങ്ങളുടെ ശരി. ആൻഡ് ഐ ഡോണ്ട് നോ യുവർ ജേർണി അറ്റ് ഓൾ. നമ്മളാകെ എത്ര സെഷൻസിൽ സംസാരിക്കുന്ന ഒരാളെ പറ്റി ഹൗ ക്യാൻ ഐ സേ ദിസ് ഇസ് റൈറ്റ് ഫോർ യു? നോ, ഐ എം നോട്ട് എനിബഡി. സോ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മളെപ്പോഴും അവരിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു തിങ്ക്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചു, ഞാൻ തടി കൂടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഭംഗിയില്ല, അത് എവിടെ നിന്നൊക്കെയോ ഉള്ളിൽ വരുന്നതാണ്, വേറെ എന്തൊക്കെയോ ഇഷ്യൂസ് കൊണ്ടാണ്. വൈ ഡു യു ഫീൽ ദാറ്റ്? ആ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും, വൈ ഡു യു ഫീൽ ദാറ്റ്, വാട്ട് ഡു യു തിങ്ക് യു ക്യാൻ ഡു അബൌട്ട് ഇറ്റ്? ഇപ്പോൾ ഓക്കെ ഞാൻ തടി കൂടി, വൈ ആർ യു നോട്ട്, എന്താണ് ചെയ്യാൻ പറ്റുക അതിൽ? ഓക്കെ ഞാൻ ചിലപ്പോൾ നടക്കാൻ പോകുന്നില്ല, എനിക്ക് വർക്ക് ഭയങ്കര പ്രഷർ, എനിക്ക് സമയം കിട്ടുന്നില്ല, പണ്ട് ഞാൻ എന്നെ പറ്റി സെൽഫ് കെയർ, ഇപ്പോൾ പറഞ്ഞ പോലെ സെൽഫ് കെയർ എടുത്തിരുന്നു, ഇപ്പോൾ എനിക്കതിന് സമയം കിട്ടുന്നില്ല. ഓക്കെ, സോ വാട്ട് ക്യാൻ യു ഡു അബൌട്ട് ഇറ്റ്? അപ്പോൾ അത് ബാക്കിയുള്ള എന്ന പ്രശ്നങ്ങളിൽ നിന്ന് മാറിയിട്ട് വി ഹാവ് സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ യു. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു ജിമ്മ് പോകണമെങ്കിൽ ഐ എം നോട്ട് എ ജിം പേഴ്സൺ, അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുന്നില്ല. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് 1 ഡേ, അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോയി തുടങ്ങും, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ തന്നെ ആ ഹോൾ കോൺവെർസേഷൻ്റെ ഫോക്കസ് മാറി. വേറെ ആരൊക്കെയോ നമ്മൾ ബ്ലെയിം ചെയ്ത് കൊണ്ടുവരുന്നു, ഫൈനലി യു ഗോൺ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ആം ഐ റൈറ്റ് റോങ്? അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ കോൺഫിഡൻസ് വരും അല്ലേ. ഇങ്ങനെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ ഓക്കെ ഇറ്റ്സ് അബൌട്ട് മീ. ഇപ്പം ഞാൻ നടക്കാൻ തുടങ്ങി, ഒരു 10 മിനിറ്റ് നടക്കുമ്പോഴായിരിക്കും എന്ത് നല്ലൊരു സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യും. ഇപ്പം എല്ലാവർക്കും മെഡിറ്റേഷൻ പറ്റണമെന്നില്ല,
10 മിനിറ്റ്, ഒരു അരമണിക്കൂർ നമ്മൾ മറ്റേ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യണം എന്നൊന്നുമില്ല. യു ക്യാൻ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് ജസ്റ്റ് സിറ്റ് ഫോർ 5 minutes. ആൻഡ് ഐ ഹവ് സീൻ അങ്ങനെ ഒരു 5 minutes നമ്മൾ രാവിലെ ചെയ്യുമ്പോൾ ഇറ്റ് പുഷസ് മീ ത്രൂ ഹോൾ ദ ഡേ. അത് ചെയ്യാത്ത ദിവസത്തിൻ്റെ വ്യത്യാസം നമുക്കത് ചെയ്യാണ്ടിരിക്കുമ്പോൾ അറിയും. സോ ഐ ടെൽ ദം 5 minutes or 10 minutes അതെങ്കിലും ചെയ്ത് തുടങ്ങും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ യെസ്, അവർ അതിൽ നിന്ന് മാറിയിട്ട് ദി സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ ദെംസെൽസ്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ വാണ്ട്, ലൈക്ക് പീപ്പിൾ. അപ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ ഒരുപാട് വരുന്നത്. ഇപ്പം മ്യൂസിക് ഇഷ്ടമുള്ളവരുണ്ടാവും, പാട്ട് പാടുന്നവരുണ്ടാവും, ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്തവരുണ്ടാവാം. അപ്പോൾ പറയാമല്ല, ഞാൻ നന്നായി പാടിയിരുന്നു. ഐ ഡോണ്ട് യു സ്റ്റാർട്ട്. ഇപ്പം എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ ഓൺലൈൻ പഠിക്കാം. അല്ല, അതിനുള്ള സമയമില്ല. സ്റ്റാർട്ട് വിത്ത് ലൈക്ക് നമ്മൾക്ക് തന്നെ ചെറിയ ചെറിയ ഇപ്പം എന്തൊക്കെ ഓൺലൈൻ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. യു ക്യാൻ സ്റ്റാർട്ട് പ്രാക്ടീസിങ് 5-10 minutes. അപ്പോൾ അതിൽ നിന്ന് എന്താണ് അവരുടെ പൊട്ടൻഷ്യൽ വീണ്ടും ചിലവരൊക്കെ തിരിച്ചു വരുന്നു അവരുടെ ഇതറിഞ്ഞിട്ട്. സോ ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ലൈക്ക് ഐ ഫീൽ നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ ഒരുപാട് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. ഐ ഹാവ് ക്ലയൻറ്റ്സ് ലൈക്ക് ദാറ്റ് സ്പീക്കിംഗ് ടു മീ. ഇറ്റ്സ് നൈസ് ബിക്കോസ് എപ്പോഴും നമ്മൾ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നിന്ന് അവരിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരിക എന്നുള്ളത് ഓഫ് കോഴ്സ് ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ടല്ല, ദേ ആർ ഗോയിങ് ത്രൂ സംതിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അത് വാലിഡേറ്റ് ചെയ്യണം, അക്നോളജ് ചെയ്യണം. യെസ്, യു ആർ ഗോയിങ് ത്രൂ സംതിങ് എന്നുള്ള, അല്ലാണ്ട് അവിടുന്ന് പെട്ടെന്ന് മാറ്റി നമ്മൾ ഓഫ് കോഴ്സ് വി വിൽ നെവർ ഡു ദാറ്റ്. നമ്മൾ അവരെ അക്നോളജ് ചെയ്ത് അവരെ പെയിൻ അക്നോളജ് ചെയ്ത് ഓക്കെ, നമുക്ക് പുറത്തുള്ള ഒരാളെ നമുക്ക് മാറ്റാനോ ചേഞ്ച് ചെയ്യാനോ പറ്റില്ല. നാളെ നമ്മളോട് ഭർത്താവിനോട് പോയിട്ട് നിങ്ങൾ നാളെ തൊട്ട് ഇങ്ങനെ സംസാരിക്കരുത് എന്നോട് പറഞ്ഞാൽ നിർത്തുമോ? അല്ലെങ്കിൽ കുട്ടികളോട് പോയിട്ട് നിങ്ങൾ എന്നെ വളരെ അൺഹാപ്പി ആക്കുന്നുണ്ട്, നാളെ തൊട്ട് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നോബഡി വിൽ ഡു ഇറ്റ്. സോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. നമ്മളെങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. വാട്ട് ഈസ് യുവർ ഫോക്കസ് ഓൺ യുവർ സെൽഫ്? നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണോ അവിടെ നമുക്ക് ഹാപ്പിനെസ് കിട്ടുള്ളൂ. ആൻഡ് ആക്ച്വലി അതൊരു മിറക്കിൾ പോലെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ തിങ്സ് അറൗണ്ട് അസ് ചേഞ്ച്. ദാറ്റ്സ് ദ മാജിക് ഓഫ് എനർജി. ഓട്ടോമാറ്റിക്കലി നമ്മളെ എങ്ങനെ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നു, ഇത് കാരണം വി ആർ ടീച്ചിങ് ദം. നിങ്ങൾ എത്ര ടോളറേറ്റ് ചെയ്യുന്നോ അങ്ങനെയായിരിക്കും നിങ്ങളെ ചുറ്റുള്ളവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുക. സോ ഇഫ് യു ഡോണ്ട് ഹാവ് ബൗണ്ടറീസ്, ഇഫ് യു ലെറ്റ് പീപ്പിൾ ട്രീറ്റ് യു ഇൻ എ ബാഡ് വേ, എന്നിട്ട് നമ്മൾ അവരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് യു ആർ അലൗവിങ് ഇറ്റ് ടു ഹാപ്പൻ അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചേഞ്ച് ആണ് ചെയ്യുന്നത് ഫോർ ദം ടു ചേഞ്ച് the way they look at you, the way they treat you? Do you stand up for yourself? Maya Angelou പറഞ്ഞ പോലെ when a woman stands up for herself, she's standing up for all women. അങ്ങനെയാണ് നമ്മൾ നമ്മൾ വിമൻ എന്ന് പറയണ കാരണം എത്രയോ വി ആർ ടോക്കിംഗ് അബൌട്ട് so many centuries of oppression and patriarchy and economical dependency on men and so many things like that അല്ലേ? അപ്പോൾ ഓരോ പ്രാവശ്യം ഒരു സ്ത്രീ അവനവന് വേണ്ടി എണീറ്റ് നിൽക്കുമ്പോൾ വി ആർ ആക്ച്വലി നമ്മുടെ പിന്നിൽ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഗെറ്റിംഗ് ദ കറേജ് ദാറ്റ് അപ്പോൾ എനിക്കും പറ്റുമായിരിക്കും അല്ലേ, എനിക്കും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യമാണ് നമ്മൾ കൊടുക്കുന്നത്. സോ stand up for yourself is one big thing that I think when you listen to them, that's what you're telling them. You matter, you are important, and ningalku കഴിയും. Listen to yourself and you can do it. എന്നുള്ളൊരു വലിയൊരു മെസ്സേജ് യു ആർ ഗിവിങ് ത്രൂ ഷീ ടോക്സ്. അപ്പോൾ നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് പേർക്ക് യൂസ് ആവട്ടെ എന്ന് നമ്മൾ പറയുകയാണ്. ഫോർ ഓൾ ദ വിമൻ ഔട്ട് ദെയർ ഇങ്ങനൊരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെന്ന് തോന്നേണ്ട ആവശ്യമേ ഇല്ല. വിളിക്കാം, സംസാരിക്കാം. അതില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നരുത്. സോ കുഡോസ് ടു യു ഗൈസ്. നിങ്ങൾ ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇവരൊരു ടീമുണ്ട്. കുഡോസ് ടു ഓൾ ഓഫ് യു വിമൻ. കാരണം നമുക്ക് പറയാൻ അല്ല പറയാൻ നമുക്ക് എളുപ്പം, പക്ഷെ ഒരു ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ, അത് ഞാൻ സൗമ്യയോട് പറഞ്ഞ്, നമുക്ക് ഇരുന്ന് നമുക്ക് പലതും പറയാം, പക്ഷെ ഒരു ആക്ഷൻ എടുത്ത് അത് ഇവിടെ കൊണ്ട് എത്തിക്കുക എന്ന് പറയണത് ഈസ് a big task and you have done it. So hats off to you and all of you, നിങ്ങളുടെ ടീം മുഴുവൻ. താങ്ക് യു. എനിക്കിത് കേട്ടപ്പോൾ എനിക്കൊരു വേറൊരു എക്സാമ്പിൾ ഓർമ്മ വന്ന എൻ്റെ ഒരു ക്ലയൻറ്റ് തന്നെ. നമുക്ക് ചിലപ്പോൾ സൊല്യൂഷൻസ് ഒന്നും കൊടുക്കണ്ട, അവരുടെ അടുത്ത് കുറച്ച് നേരം ഈ സംസാരിച്ചാൽ നെക്സ്റ്റ് ടൈം വെൻ ദേ കം ബാക്ക്, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരിക, അവരൊരു ആക്ഷൻ എടുത്തിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ടോക്കിൽ നമ്മളായിട്ട് ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. സോ ഐ ഹാഡ് എ ക്ലയൻറ്റ്, ആളുടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആൾ ഏർലി എഡ്യൂക്കേഷനിലേക്ക് എനിക്കൊന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോഴേക്കും കല്യാണം കഴിച്ചു. പിന്നെ കുട്ടികൾ, ആ ഒരു സ്ട്രഗിളൊക്കെ വന്നപ്പോൾ പിന്നെ അക്കാഡമിക്കലി ആൾ സ്മാർട്ടല്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ വന്നപ്പം ആളെല്ലാം അസോസിയേറ്റ് ചെയ്യുന്ന ഞാൻ ഫുൾ പഠിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ കഴിവില്ലായിരുന്നു. അപ്പം ഇത് നമ്മൾ സംസാരിച്ചിട്ട് അതൊന്ന് മാറ്റി, ഇറ്റ്സ് നോട്ട്, അന്നത്തെ കാലത്ത് തന്നെ
കോഴ്സസ് ഒക്കെ അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും എഞ്ചിനീയറോ അല്ലെങ്കിൽ ഡോക്ടറോ ആവാൻ പറ്റുന്ന ഒരു ഇതെല്ലാം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. ആൻഡ് ഇപ്പോൾ ഒരുപാട് കോഴ്സസും ഉണ്ട്. സോ ഇങ്ങനെ സംസാരിച്ചപ്പം നമ്മൾ കൊടുത്തൊരു ധൈര്യം എന്താ വെച്ചാൽ ഇറ്റ്സ് നോട്ട് അത് അങ്ങനെ പണ്ടൊരു ആരെങ്കിലും ചിന്തിച്ചു ദാറ്റ് യു നോട്ട് അക്കാഡമിക്കലി സ്മാർട്ട് ഡസൻ മീൻ യു ഡോണ്ട് ഹാവ് പൊട്ടൻഷ്യൽ, എന്തൊക്കെ ട്രൈ ചെയ്യാം. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് പിന്നെ ഈ സെഷൻസ് ഒക്കെ കഴിഞ്ഞ് ഷീ കെയിം ബാക്ക് ആൻഡ് ഷീ ടോൾഡ് മീ ഞാൻ ആക്ച്വലി എൻ്റെ ഡിഗ്രി കോഴ്സിന് എൻറോൾ ചെയ്തു, താങ്ക്സ് ടു യു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടും കൂടി ഇല്ലല്ലോ, യു ജസ്റ്റ് ഡിഡ് ദാറ്റ്. അല്ല, പക്ഷെ എനിക്ക് ആ ഒരു കോൺവെർസേഷന് കിട്ടിയ ഒരു ധൈര്യം വെച്ചിട്ട് ഐ എൻറോൾ, ഷീ കംപ്ലീറ്റഡ് ഇറ്റ്. പിന്നെ കുട്ടികൾക്ക് ട്യൂഷൻസ് ചെയ്യുന്നു, അങ്ങനെ ഷീ സ്റ്റാർട്ടഡ് മൂവിങ് ഫോർവേഡ്, വിച്ച് ഇസ് ലൈക്ക് എനിക്കതൊരു ഭയങ്കര ഇതായിരുന്നു. കാരണം ഐ നെവർ ഗേവ് എ സൊല്യൂഷൻസ്, ഷീ ഡിഡ് ഇറ്റ് ഹേർസെൽഫ്. പക്ഷെ ആ ഒരു പുഷ് കിട്ടാൻ ഷീ ഹാഡ് ടു ടോക്ക് ടു സംബഡി. സോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് വേണ്ടത്. നമ്മൾ സൊല്യൂഷൻ കൊടുത്താൽ അത് നമ്മുടെ പെർസ്പെക്റ്റീവ്. അതെ അതെ. ഇപ്പൊ ഒരാളൊരു പ്രോബ്ലം ആയിട്ട് ഇപ്പൊ എഡ്യൂക്കേഷന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്റെ പ്രിവിലേജ് വെച്ചിട്ടായിരിക്കും ദാറ്റ് വോട്ട് ഐ ഗോട്ട് എന്നുള്ളത്. അവരുടെ വേർഷന് നമുക്ക് ഒരിക്കലും സൊല്യൂഷൻ പറയാം. അപ്പൊ ദ കൈൻഡ് ഓഫ് വർക്ക് വാട്ട് യു ആർ ഡൂയിങ് ഈസ് ഫൈൻഡിങ് റിസോഴ്സസ്. അവരെ കൊണ്ട് പല പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണ്, റാദർ ദാൻ തിങ്കിങ് ദാറ്റ് ഓ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്, ഇന്ന റീസൺ കൊണ്ട്. അപ്പോൾ എൻ്റെ ആൻസർ തീർന്നു, അതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. റാദർ യു മെയ്ഡ് ഹെർ ടു തിങ്ക് എന്താണ് സംഭവിച്ചത്, അത് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി എന്തൊക്കെ ഓപ്ഷൻസ് ആയിരിക്കും, ആ ഓപ്ഷൻസ് ആണ് റിസോഴ്സസ്. ആ റിസോഴ്സസ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്, പലപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ പിന്നെ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ എക്സ്റ്റേണൽ ഒരു ബിലീഫ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ, അതിലാണ് എല്ലാവരും കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ ആളുടെ പേരിൽ പോലും ആ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലായിരിക്കും. ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതായത് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അത് അന്ന് അച്ഛനും അമ്മയും നിർബന്ധിച്ചപ്പോൾ ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ ഞാൻ കല്യാണം കഴിച്ചു കുട്ടികളായി, ആ കുട്ടികളുടെ പുറകെ എല്ലാം ഞാൻ ബിസി ആയിപ്പോയി, എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ ഉറച്ചു നിന്നു. ആൻഡ് ദെൻ എനിക്കൊരു ഓപ്ഷനും ഇല്ലായിരുന്നു പഠിക്കാനും ഒക്കെ ആയിട്ട്. നൗ ഞാനൊരു ഫെയിലിയറാണ്. ആൻഡ് ഷീ കെയിം ടു എ കൺക്ലൂഷൻ. നൗ ഇതിനെയാണ് നമ്മളൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ ഓരോ രീതിയിൽ റിസോഴ്സസ് കാണിച്ചു കൊടുക്കുക. നോ യു ആർ നോട്ട് സ്റ്റക്ക്, യു ആർ സം ബിക്കോസ് യു ആർ എക്സ്റ്റേർണലി സ്റ്റക്ക് വിത്ത് വാട്ട് എവർ യു ആർ സീയിങ്, ഹേർഡ് ആൻഡ് ദെൻ കൈനസ്തെറ്റിക്, what you touch and olfactory and gustatory, അങ്ങനെ ഒരു 5 സെൻസസിൽ കൂടെയാണല്ലോ നമ്മൾ ലോകത്തെ പെർസീവ് ചെയ്യുന്നത്. ആ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിങ്ങൾ കൂടി കിടക്കും. നൗ യു ഫൗണ്ട് ഹെൽപ്പ് ദം ടു ഫൈൻഡ് ദ റിസോഴ്സസ് ആൻഡ് ദെൻ ഷീ ഫൗണ്ട് എ ഡിഫറെൻറ്റ് റിസോഴ്സസ്. അത് സംതിങ് സപ്പോർട്ടീവ് ടു ഹർ. അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. നമ്മൾ ആരും സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് അതിനുള്ള ഒരു റൈറ്റും ഇല്ല. ആൻഡ് വാട്ട് യു ആർ ഡൂയിങ് ഇസ് റൈറ്റ്, യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. ഷീ ടോക്സിന് നമ്മൾ സൊല്യൂഷൻസ് കൊടുക്കാറേ ഇല്ല. നമ്മൾ അവർ പറയുന്ന കേൾക്കുക, അവർ തന്നെ റിയലൈസ് ചെയ്യും അവർക്ക് എന്താണ് ചെയ്യാനുള്ളത്. സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ ഇങ്ങനെ ഇതാണല്ലോ എനിക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഒരിക്കലും സൊല്യൂഷൻ കൊടുക്കാനുള്ള ആൾക്കാരല്ല. നമ്മളെ വിളിക്കുക, നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവും. അല്ല, അതാണ് ലാസ്റ്റിങ്. കാരണം നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് അവർ കേൾക്കും ചിലപ്പോൾ, ഓ നിങ്ങളെങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അത് ചെയ്യാം. അവർക്ക് കുറച്ച് കാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് കമ്മിങ് ഫ്രം വിത്തിൻ ദെം. നമ്മൾ ആരോ പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവർക്ക് കുറച്ച് കാലമൊക്കെ ചെയ്യാൻ പറ്റും, ബട്ട് ലാസ്റ്റ് ചെയ്യില്ല. ഓൺലി വാട്ട് കംസ് ഫ്രം വിതിൻ വിൽ ലാസ്റ്റ്. എല്ലാ കാലവും അതും ചേഞ്ച് ചെയ്യാം, പക്ഷെ അവർ ആരും ബ്ലെയിം ചെയ്യില്ല. ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ് ദെൻ, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് നൗ. ബിക്കോസ് അത് ഒന്നും ലാസ്റ്റിംഗ് അല്ല, എല്ലാം ഷിഫ്റ്റ് ചെയ്യാം, പക്ഷെ എല്ലാം എൻ്റെ ചോയ്സാണ്. അതാണ് ആ വ്യത്യാസം. ആരും എന്നെ പറഞ്ഞ് ചെയ്യിക്കുന്നതല്ല, ഇതെൻ്റെ ചോയ്സ്, മറ്റേതും എൻ്റെ ചോയ്സ്. ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ തുടങ്ങിയ ഒരു റൈറ്റ് ടൈമാണ്. നമ്മൾ തുടങ്ങിയിട്ടില്ല, ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ വരേണ്ട അത്യാവശ്യം. ഇപ്പം എല്ലാ സെലിബ്രിറ്റീസ് എല്ലാവരും വന്നിട്ട് ഇപ്പോൾ മെന്റൽ ഹെൽത്തിനെ പറ്റി പറയുന്നത്. അപ്പോൾ ആൾക്കാർ ഈ ടേംസ് വരെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിപ്രഷൻ, ശരിക്കും നമുക്ക് ഡിപ്രഷൻ ആയിട്ടാണോ നമ്മൾ ഈ ടേം യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഫഹദ് ഫാസിൽ പറഞ്ഞതിന് ശേഷം ADHD അത് ഭയങ്കര കോമൺ ആണ്. അയ്യോ എനിക്ക് ADHD ആണോ, എനിക്ക് അറ്റൻഷൻ സ്പാൻ കുറവാണ്. അതെ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അങ്ങനെയല്ല, അതായത് സങ്കടം വരുമ്പോൾ അതെല്ലാം ഡിപ്രഷൻ ആവണമെന്നില്ല. എപ്പോഴും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറ്റ്സ് നോട്ട് ഡിപ്രഷൻ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ വിഷമങ്ങൾ പറഞ്ഞു തീരുമ്പോൾ ഓക്കെ ഇതാണ് എൻ്റെ പ്രശ്നം, അല്ലാണ്ട് അത് ഡിപ്രഷൻ ആയിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ADHD അല്ല, എനിക്ക് കുറച്ചൊന്ന് എന്താ പറയാ ഇപ്പോഴത്തെ ഒരു കാലത്തിന്റെ അറ്റൻഷൻ സ്പാൻ അല്ല. അപ്പൊ നമ്മൾ പറയില്ല റീൽസ് കാണുമ്പോൾ ഒക്കെ ഉള്ളത് അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളായിരിക്കും. അത് ADHD ആവണം എന്നില്ല.
അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയും ആൾക്കാർ കുറച്ചൊരു അവയർനെസ് വരുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്നവർക്ക് വന്നിട്ട് സംസാരിക്കാം. അത്യാവശ്യം സെഷൻസ് ഒക്കെ കൊടുത്തിട്ട് ബട്ട് അഗെയിൻ കൂടുതൽ ഹീലിംഗ് വേണമെന്ന് പറഞ്ഞാൽ ദർ ഇസ് ഓൾവേസ് തെറാപ്പി. നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോവാം. അപ്പം ഐ തിങ്ക് ഈ ഒരു കാലത്തിൽ ഇപ്പം മെൻ്റൽ ഹെൽത്തിന് കുറച്ചും കൂടി അവയർനെസ് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വേ മോർ ടു ഗോ. അത് കറക്റ്റാണ്. ഇപ്പോൾ ലോഡ് ഓഫ് പീപ്പിൾ പ്രത്യേകിച്ച് ആഫ്റ്റർ കോവിഡിന് ശേഷമാണ് കൂടുതലും ആളുകൾക്ക് ഈ അവയർനെസ് വരുന്നത്. കാരണം അവർ റൂമിൽ ഒറ്റപ്പെട്ടു പോയപ്പോഴാണ് എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലായത്. ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ അവയർനെസ് കൂടി വന്നേക്കുന്നതും ഇപ്പോൾ പിന്നെ ആളുകൾ കൂടുതലും പബ്ലിക്കലി സംസാരിക്കാനും തുടങ്ങിയില്ല. അതിന് സെലിബ്രിറ്റികൾക്ക് ഒരു മേജർ റോളുണ്ട്. സോ ഇപ്പോൾ കാര്യങ്ങൾ ബെറ്റർ രീതിയിൽ പോകുന്നുണ്ട്. ആൻഡ് മോറോവർ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും വെറുതെ ആണെങ്കിൽ പോലും ഒരു ഹെൽപ്പ് എടുക്കാൻ സീക്ക് ചെയ്യാൻ വേണ്ടി ആക്ച്വലി ശ്രമിക്കുന്നുണ്ട്. അതും കൈൻഡ് ഓഫ് സംടൈം നമ്മൾക്ക് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരു സിറ്റുവേഷനുമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ലോഡ് ഓഫ് കേസസ് ഇപ്പം വരുന്നുണ്ട്, അത് സംസാരിക്കുന്നുണ്ട്. കുട്ടികളിൽ ഇത് കൂടി വരുന്നു. അത് കൂടുതൽ ഈ ഫോൺ അഡിക്ഷനിൽ കൂടെ ആണ്. അത് വലിയൊരു ചാപ്റ്റർ, അത് ലേറ്റർ ഓൺ നമുക്ക് ആൻഡ് ഞാൻ ഒന്നും കൂടി പറയാണ്, നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത് ആ ആക്ഷൻ ഏറ്റവും ബെസ്റ്റ് ആക്ഷനാണ് എടുത്തത്. ആൻഡ് കൺഗ്രാജുലേഷൻ ഫോർ ബോത്ത് ഓഫ് യു ആൻഡ് ഹോൾ ടീം ഇൻ ഫാക്ട്. ആൻഡ് എനി കൈൻഡ് ഓഫ് സപ്പോർട്ട് ഇനി നമ്മളുടെ ഭാഗത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ വി ആർ ഓൾവേസ് ദേർ ടു സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. വി ആർ ഓൾ ഇൻ ഇറ്റ് ടുഗദർ. നമ്മൾ ഒരു 10 പേരെന്ന് മാത്രമല്ല, നമ്മൾ എല്ലാവരും ഇതിൽ ഭാഗമാണ്. ഇറ്റ്സ് എ ബിഗ് മൂമെന്റ്. അപ്പോൾ ആ ഒരു ഇനീഷ്യേറ്റീവിന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അപ്പോൾ Thank you for having both of us here. Our pleasure. നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. അത് അത്യാവശ്യമാണ് പലരും അറിയേണ്ടതും കേൾക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ളൊരു ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ. Same here. Thank you so much. Thank you. Thank you.